രീതിയിലാണത് ആളുകൾ കയറിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ക്ലാസിന്റെ ഒരു ഇൻഡിക്കേഷൻ കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മറ്റന്നാൾ 8-ാം തീയതി രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ജനറൽ അവയർനെസ് പ്രൊഫസർ ബേല മാഡം, റിലയൻസ് ഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത മാഡം ഇപ്പോഴും ഇത്തരം പ്രോസസ്സുകളിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മാഡം ഒരു ലൈവ് സെഷൻ ഇന്ററാക്ഷൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ മാഡം പറഞ്ഞത് ഒരു കാര്യം, ഒരു ഇന്റർവ്യൂ പോലെ ഒരു മോക്ക് ഇന്റർവ്യൂ നടത്താമായിരുന്നു, അതിന് കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ആണോ എന്ന് ചോദിക്കുമെന്നാണ്. അതിനാണ് ഞാൻ രാവിലെ ഒരു മെസ്സേജ് ഇട്ടത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മറ്റ് വടക്കൻ ജില്ലകളിലോ മധ്യ വരുന്ന ജില്ലകളിലോ ഉള്ളവർക്ക്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് മറ്റ് ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തുള്ളത് കൊണ്ട് അവർക്ക് ഒരു സൗകര്യം അതിനകത്ത് ഉണ്ടായിരിക്കാം. അത് ഒരു 10-20-25 പേരെങ്കിലും അതിന് വില്ലിംഗ് ആണെങ്കിൽ, അവർ പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ വെള്ളായണി കാർഷിക കോളേജിലെ ഞങ്ങളുടെ സംഘടനാ ഓഫീസിൽ വെച്ച് അത്തരം ഒരു മോക്ക് ഇന്റർവ്യൂ കൂടി നടത്താൻ സന്നദ്ധമാണെന്ന് അറിയിക്കുകയാണ്. അല്ലാത്തവർക്ക് മറ്റന്നാൾ രാവിലെ 10 മണിക്കുള്ള ലൈവ് സെഷനിൽ ഇന്ററാക്ഷനിൽ പങ്കെടുക്കാതെ നാളെ ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വളരെ വിശദമായൊരു സെഷനിലേക്ക് കടക്കായതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ലൈവ് സെഷനിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ കാൻഡിഡേറ്റ്സിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ആവുകയാണ്. കാരണം ഒരാൾക്ക് കൂടി ഇതിലേക്ക് കയറാമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ സാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ക്ലാസ് ആയിട്ടിരിക്കട്ടെ. എല്ലാവരും നിങ്ങളുടെ ഈ ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ട സംശയങ്ങൾ പരമാവധി ചോദിക്കുക. ആദ്യ ഒരു ഭാഗം സാർ ജനറൽ ആയിട്ട് പറയുകയും രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സെഗ്മെന്റ് ആണ്. അത് വളരെ ചുരുക്കി എല്ലാവരും ചോദിക്കുക, പരമാവധി ചോദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്തു വരുന്ന കേസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഇത് ഈ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നാളെ ഈ സമയത്ത് നമുക്ക് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ സാറിനെ ക്ഷണിക്കുന്നു. നന്ദി. താങ്ക് യു വിനീഷ്. നമുക്ക് നമ്മുടെ ഡിസ്കഷൻ തുടങ്ങാൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഭംഗിയായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. ഇപ്പം ഇന്റർവ്യൂവില് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഇൻസെക്ടിസൈഡ് തളിക്കുന്നു. ഇൻസെക്ടിസൈഡ് തളിക്കുമ്പോൾ അത് നിങ്ങളെ കൊല്ലുകയില്ല, നിങ്ങളുടെ അടുത്ത തലമുറക്ക് ദോഷമൊന്നും വരുത്തൂല്ല എന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് വരില്ല, ഇൻസെക്റ്റേ ചത്തു പോവുകയുള്ളൂ, ഹ്യൂമൻ ബീങ്സിന് കുഴപ്പം വരില്ല എന്നുള്ളതിന് അതിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യണേ, അല്ലെങ്കിൽ അർച്ചന, ഞാൻ പേര് വിളിക്കാം. ഞാൻ ഈ കാണുന്നതില് കേൾക്കുന്നുണ്ടോ? വളരെ നിശബ്ദതയാണല്ലോ. കാൻഡിഡേറ്റ്സ് ഇന്ററാക്ട് ചെയ്യൂ, എന്നാലേ ഈ സെഷനിൽ ലൈവ് ആവുള്ളൂ. പ്ലീസ്. ബയോമാഗ്നിഫിക്കേഷൻ ബയോമാഗ്നിഫിക്കേഷൻ സംഭവിക്കാമല്ലോ എന്ന് അല്ലേ? ഞാൻ വീഡിയോ ഇടണോ? വീഡിയോ ഇട്ടാൽ ശരിക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ്. അതെ, ബയോമാഗ്നിഫിക്കേഷൻ സംഭവിക്കാമല്ലോ. അപ്പൊ മനുഷ്യന് ദോഷം വരൂല്ലേ? DDT അതായിരുന്നില്ലേ? DDTയുടെ വലിയൊരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇത്രക്കൊക്കെ പെസ്റ്റിസൈഡ്സിന് വേണ്ടി നമ്മൾ ഇതാക്കുന്നത്? പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാത്തതല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ബേസിക്സ് എങ്ങനെയാ പറയുക? പെസ്റ്റിസൈഡ് യൂസിന്റെ ഒരു ടോക്സിക് മെറ്റീരിയൽ ആണ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിക്സ് എങ്ങനെ നിങ്ങളത് പറയും? എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം അല്ലെ? ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോഴേക്കും സമയം കുറെ പോകുന്നു.
ഞാൻ പിന്നെ അതിന്റെ അടിസ്ഥാനം എന്താന്നുള്ളത് പറയാം. ഈ ടോക്സിക്കോളജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡോസ് മേക്സ് ദ പോയിസൺ ആണ്. എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് എ പോയിസൺ ആൻഡ് ഇറ്റ് ഈസ് ദ ഡോസ് ദാറ്റ് മേക്സ് ദ പോയിസൺ. Per se, they are all not toxins, but it is the dose that makes the poison. How much material is entering into your body, that makes it either a poison or a benign thing or a medicine. പല ടോക്സിൻസും ചെറിയ അളവിൽ മെഡിസിനും കൂടിയാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ ടോക്സിൻ ആയിട്ടുള്ള ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ടോക്സിൻ, ബോട്ടോക്സിൻ എന്ന് പറയുന്നത് അതാണ്. അത് പിന്നെ ജസ്റ്റ് 2 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ കൊല്ലാം. അത്ര ഭയങ്കര ടോക്സിൻ ആണ് ക്ലോസ്ട്രിഡിയം ടോക്സിൻ. പക്ഷെ അത് പിന്നെ നേർപ്പിച്ചിട്ട് അത് പിന്നെ വളരെ ചെറിയ അളവില് നമ്മൾ പിന്നെ ബോട്ട് ക്രീമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൂടാതെ ബോഡി പെയിനും മസിൽ പെയിനും അങ്ങനെ പല കാര്യങ്ങൾക്കും മരുന്നായിട്ടും ഇതേ സാധനം ലോകത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പോയിസൺ ആണ്, അത് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡോസ് ദാറ്റ് മേക്സ് ദ പോയിസൺ. ടോക്സിക്കോളജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാരാസെൽസസ് ആണ്. ജർമ്മനിക്കാരനാണ്, അല്ലെങ്കിൽ സ്വീഡിഷ്കാരനാണ്. ഹോഹൻഹെയിം എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹമാണ് ടോക്സിക്കോളജിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഡോസ് ദാറ്റ് മേക്സ് പോയിസൺ ആൻഡ് ഇറ്റ് ഈസ് എ ഡോസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ പോയിസൺ ആൻഡ് എ റെമഡി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ്സ് എല്ലാം പോയിസണസ് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ എത്രമാത്രം അത് ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളിപ്പം ഒരു പെസ്റ്റിസൈഡ് അപ്ലിക്കേറ്റർ സ്ഥിരമായിട്ട് പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യും. നിങ്ങളുടെ ഫാമിലത്തെ ഒരു ലേബറർ സ്ഥിരമായിട്ട് പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവർക്കുള്ള നിയമപ്രകാരം 12 മണി വരെ തളിക്കാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ആൾക്കാരെ മാറി മാറി ഉപയോഗിക്കണം എന്നാണ് കണക്ക്. പക്ഷെ ചിലവർ ഈ 12 മണി അവധി കിട്ടുന്നത് കൊണ്ട് പിന്നെ അവർ തന്നെ സ്ഥിരം തളിക്കാൻ സന്നദ്ധരാവും. അപ്പൊ അത് ശരിയാണോ? പിന്നെ ഈ തളിക്കുന്ന കോൺസെൻട്രേഷനിൽ മനുഷ്യന് തകരാറ് പറ്റുമോ? അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവിൽ ചോദിക്കുക. തളിക്കുന്ന കോൺസെൻട്രേഷനിൽ മനുഷ്യന് തകരാറ് പറ്റുമോ? അപ്പോ അവിടെ ഇതിന്റെ അടുത്ത തത്വം എന്ന് പറയുന്നത് എനി കെമിക്കൽ വിൽ ആക്ട് ഓൺ അവർ ബോഡി ബേസ്ഡ് ഓൺ ദ ബോഡി വെയിറ്റ്. ഇൻസെക്ടിന്റെ ബോഡി വെയിറ്റ് സേ 5 മില്ലിഗ്രാം. എ ഹ്യൂമൻ ബീങ് ഒരു അപ്ലിക്കേറ്ററിന്റെ ബോഡി വെയിറ്റ് 50 കിലോഗ്രാംസ്. അപ്പൊ എത്രയായി? 10 lakh ടൈംസ് ഡിഫറൻസ് വന്നു ബോഡി വെയിറ്റിൽ. നമ്മുടെ ബോഡി വെയിറ്റിന്റെ 60% വെള്ളമാണ്, വെറും വെള്ളം. രക്തത്തിലുള്ള വെള്ളം, ലിംഫിലുള്ള വെള്ളം, മറ്റ് സ്ഥലങ്ങളിലുള്ള വെള്ളം. അപ്പൊ ഈ ബോഡി ഫ്ലൂയിഡിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന ഇൻഹലേഷൻ വഴി, സ്കിൻ വഴി, ഫുഡ് വഴി ഒക്കെ കയറുന്ന, വെള്ളം വഴിയൊക്കെ കയറുന്ന ഈ പോയിസൺ ഡൈല്യൂട്ട് ആവും. അപ്പൊ ഡൈല്യൂട്ട് ആയി കഴിയുമ്പം പോയിസൺ അല്ലാതാവും. നമ്മൾ പറഞ്ഞല്ലേ, ബോട്ട് ക്രീം ഏറ്റവും വലിയ ടോക്സിൻ ആണ്. പക്ഷെ അത് മാക്സിമം ഡൈല്യൂട്ട് ചെയ്യുമ്പോഴേക്കും പിന്നെ അത് റെമഡി ആയിട്ട് മാറി, അല്ലെങ്കിൽ പോയിസൺ അല്ലാതായിട്ട് മാറി. അതാണ് ഈ പിന്നെ കാരണം അത്രയും ഡൈല്യൂട്ട് ആയി പോകുന്നു. നമ്മൾക്ക് അറിയാലോ, ഇപ്പം നമ്മൾക്ക് ബോഡി വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുതിർന്ന ആൾക്ക് പാരസെറ്റമോൾ ഒരു ദിവസം 3 ടാബ്ലറ്റ് കഴിക്കാം, 650 mg. പക്ഷെ ഒരു കുട്ടിക്കോ, ചെറിയ കുട്ടിക്ക്, ഒരു 5 കിലോഗ്രാം ബോഡി വെയിറ്റുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പം പാരസെറ്റമോളിന്റെ സിറപ്പ് ചെറിയ കോൺസെൻട്രേഷൻ ഉള്ളത് ഒരു 2 നേരം ഒക്കെ കൊടുക്കുള്ളൂ. അത് കാരണം ബോഡി വെയിറ്റ് അത്രയേ ഉള്ളൂ. അപ്പൊ അത്ര പോരാ, കെമിക്കൽ മതി ബോഡിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഈ നമ്മൾ വളരെ സേഫ് ആയിരിക്കുന്നു, അതേസമയം കീടങ്ങളെ കൊല്ലുകയും ചെയ്യുന്നു. കാരണം കീടങ്ങളുടെ ബോഡി വെയിറ്റ് 5 മില്ലിഗ്രാം അല്ലെങ്കിൽ 10 മില്ലിഗ്രാമേ ഉള്ളൂ. മനുഷ്യന്റെ 50 കിലോഗ്രാം ഉണ്ട്. അപ്പൊ മനുഷ്യന്റെ ബോഡിയിലേക്ക് കയറുമ്പോൾ ഇത് ഡൈല്യൂട്ട് ആയി പോകും ടോക്സിൻ. രണ്ടാമതായിട്ട് നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വളരെ കുറച്ച് മാത്രമേ നമ്മുടെ സ്കിന്നിൽ കൂടെ കയറുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷം കയറുന്നത് ഇൻഹലേഷൻ വഴിയാണ്. കാരണം നമ്മുടെ ബോഡിയുടെ സ്കിന്നിന്റെ ആകെ ഏരിയ വരുന്നത് 1.5 സ്ക്വയർ മീറ്റർ ആണ്. പക്ഷെ നമ്മുടെ ലങ്സിന്റെ ഏരിയ വരുന്നത് 7.5 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ
പിന്നെ ലങ്സിലേക്ക് കയറുന്ന വിഷം കൂടുതലാവും, അത് നേരിട്ട് ബ്ലഡിലേക്ക് കയറും, പെട്ടെന്ന് ഓർഗനിലേക്ക് എത്തും. സ്കിന്നിലേക്ക് കയറിയാൽ വളരെ കുറച്ചേ കയറുള്ളൂ, വളരെ മെല്ലെ അത് ബ്ലഡിലേക്ക് എത്തുള്ളൂ. ആഡിപ്പോസ് ടിഷ്യൂ ലെയറൊക്കെ കടന്നിട്ട് മാത്രമേ അത് ബ്ലഡിലേക്ക് എത്തുള്ളൂ. നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ബ്ലഡിലേക്ക് എത്തുക? അത് ലിവറിന്റെ ഡീടോക്സിഫിക്കേഷൻ കടന്നിട്ട് മാത്രമേ എത്തുള്ളൂ. ലിവറിന്റെ ലിവറിൽ ഒരു 3 lakh എൻസൈംസ് ഉണ്ട്. അതിൽ പലതും ഈ ഇതുമാതിരിയുള്ള കെമിക്കൽസിനെ സീനോബയോട്ടിക്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ ആ വിഷയത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ ഇൻഹലേഷൻ ടോക്സിറ്റിയെ മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് എപ്പോഴും ഇൻഹലേഷൻ ഒഴിവാക്കണം. നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം എന്ന് എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മള് ഇതിന്റെ ടോക്സിസിറ്റിന്റെ ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതില് NOAEL എന്ന് കേട്ടിട്ടുണ്ടോ? LD50 കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. LD50, LD90, LD99, LC99 അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. NOAEL എന്ന് പറഞ്ഞാൽ നോ ഒബ്സർവബിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ വിഷം ചെറിയ അളവിൽ കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡോസ്. കാരണം നമ്മൾക്ക് ഈ വിഷത്തിനെയൊക്കെ നമുക്ക് വിഘടിപ്പിച്ച് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ബോഡി അത്ര കേപ്പബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണ മൃഗങ്ങൾക്ക് ഒരു ഡോസ് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അളവിൽ കൊടുത്ത് ഒരു ഡോസ് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അതിന്റെ തൊട്ടടുത്ത പിന്നെ ഒരു ഡോസ് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു എഫക്റ്റ് ഫിസിയോളജിക്കൽ തുടങ്ങുന്നു. അത് ലോവസ്റ്റ് ഒബ്സർവബിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ലെവൽ ആണ്, LOAEL. മറ്റേത് NOAEL, നോ ഒബ്സർവബിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ലെവൽ. പിന്നെ വരുന്നത് ആക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് ആണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എത്രമാത്രം ഇതിന്റെ റെസിഡ്യൂ ഭക്ഷണത്തിലേക്കൂടെ കഴിക്കാം ഒരു ദിവസത്തേക്ക്? ആക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്. ആക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആയിട്ട് അതെപ്പോഴും പറയും. അപ്പോ അത് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അതിലല്പം കൂടിപ്പോയാലോ? ഇപ്പം പിന്നെ പച്ചക്കറികളിൽ ഭയങ്കര റെസിഡ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരെ പേടിപ്പിക്കുന്നത് കാണാം. ഈ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്കിനേക്കാളും ഇരട്ടി വന്നിട്ടുണ്ട് പച്ചക്കറികളിൽ. അപ്പൊ ഉടനെ നാളെ ആൾക്കാർ മരിച്ചു പോവാം, ക്യാൻസർ വരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന് നിങ്ങൾ അറിയണം. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് എലികളിൽ തലമുറയായിട്ട് 2, 3, 4, 2 വർഷമൊക്കെയാണ് ഫീഡിങ് എക്സ്പെരിമെന്റ് വരിക. തലമുറയായിട്ട് ഈ ഭക്ഷണത്തിലേക്കൂടെ അധികവും ഗ്യാസ്ട്രിക് ഗാവേജ് ആണ്. അതായത് ട്യൂബിലേക്കൂടെ വയറ്റിലേക്ക് ഫുഡ് മെറ്റീരിയലിന്റെ കൂടെ കെമിക്കലും കൂടെ എത്തിക്കും, ഇൻസെക്ടിസൈഡും കൂടെ എത്തിക്കും. മറ്റു വെറുതെ വായി കൊടുക്കുക, അപ്പൊ ഛർദ്ദിച്ച് കളയുമല്ലോ. ഗ്യാസ്ട്രിക് ഗാവേജ് എന്നതിന് പറയുക. അങ്ങനെ എത്തിച്ചിട്ട് തലമുറയായിട്ട് ഒരു കുഴപ്പവും എലികൾക്ക് ഉണ്ടാവാത്ത ഡോസ് അതിന്റെ 100-1, ഒരു കുഴപ്പവും തലമുറയായിട്ട് എലിക്ക് ഉണ്ടാവാത്ത ഡോസിന്റെ 100-1 മനുഷ്യന് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഡോസ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് അല്പം കൂടിക്കഴിഞ്ഞാലും എലികൾക്ക് പോലും പ്രശ്നം വരില്ല. എലികൾക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ 100-1 അതാണ് മനുഷ്യന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അതൊന്നും അതിലല്പം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഭയപ്പെടേണ്ടതില്ല. പിന്നെ നമ്മുടെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഇന്ത്യയിൽ മുഴുവൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിലൊക്കെ കുടിവെള്ളത്തിലൊക്കെ. അതിന്റെ 10 വർഷത്തെ ആവറേജ് സ്റ്റഡീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3% മാത്രമേ എബവ് MRL വാല്യൂ, മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് ഉള്ളൂ. എബവ് AD അതിന്റെ 10-1 പിന്നെ 80-1 MRL വരല്. അത്ര മാത്രമേ വരുള്ളൂ. അപ്പൊ വീണ്ടും MRL ആകുമ്പോ വീണ്ടും ഒരുപാട് കുറയുന്നു അതില്. അപ്പോ അങ്ങനെ MRL അധികം കൂടിക്കഴിഞ്ഞു എന്നുള്ളതിനെ കൊണ്ട്
ഒരു പ്രശ്നവും മനുഷ്യന് വരില്ല. പക്ഷെ നമ്മൾ ഒരു സേഫ്റ്റി മാർജിൻ വെക്കുന്നു. നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് പെസ്റ്റിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. പിന്നെ ചിലപ്പോ മോഡ് ഓഫ് ആക്ഷൻ ചിലപ്പോ ചോദിച്ചേക്കാം. മോഡ് ഓഫ് ആക്ഷൻ നിങ്ങൾ പിന്നെ എല്ലാത്തിന്റെയും മോഡ് ഓഫ് ആക്ഷൻ ഏകദേശം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാ? പുതിയ കെമിക്കൽസിന്റെ പുതിയ മോളിക്യൂൾസിന്റെ ഒക്കെയുള്ള മോഡ് ഓഫ് ആക്ഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. നമ്മൾക്ക് വേണമെങ്കിൽ അതൊന്ന് പിന്നെ റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്യണോ? നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യണ്ട. ഇപ്പോഴേ നമ്മുടെ കാർബാമേറ്റും OP കോമ്പൗണ്ട്സും അതെല്ലാം അസറ്റൈൽ കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അല്ലെ, ACH ഇൻഹിബിറ്റേഴ്സ് ആണ്. പിന്നെ നമ്മളെ സൈക്ലോഡൈൻ കോമ്പൗണ്ട് എൻഡോസൾഫാൻ ഇപ്പൊ അതെല്ലാം ബാൻ ചെയ്തു, അതൊന്നും മാർക്കറ്റിലില്ല. അതൊക്കെ ഗാബ ഗേറ്റഡ് ക്ലോറൈഡ് ചാനൽ പിന്നെ ബ്ലോക്കർ ആണ്. ആക്സോണിലുള്ള സോഡിയം ചാനൽ, പൊട്ടാസ്യം ചാനൽ, കാൽഷ്യം ചാനൽ, അതുമാതിരി ക്ലോറൈഡിന്റെ ചാനൽ ഉണ്ട്. ആ ക്ലോറൈഡ് ചാനൽ ബ്ലോക്കർ ആണ്. അപ്പോ പിന്നെ ക്ലോറൈഡ് കയറി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ് ക്ലോറിന്. അപ്പൊ അത് ഇൻഹിബിറ്റഡ് ആണ്. പക്ഷെ ക്ലോറൈഡ് ചാനലിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നെർവ് റീആക്ടിവേഷൻ വരും. അപ്പൊ കണ്ടിന്യൂസ് ഫയറിംഗ് ഓഫ് ഇമ്പൾസസ് വരും. ഫിനൈൽ പൈറാസോൾ, ഫിപ്രോനിലൊക്കെ ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ സോഡിയം ചാനൽ മോഡുലേറ്റേഴ്സ് ആയിട്ട് വരുന്നതാണ് പൈറത്രോയിഡ്സും പൈറത്രിൻസും DDTയും ഒക്കെ. സോഡിയം ചാനലിനെ അതിന്റെ മോഡുലേറ്റർ ആണ്, അതിനെയാണ് അഫക്ട് ചെയ്യുന്നത്. പിന്നെ അസറ്റൈൽ കോളിന്റെ മാതിരിയുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് അസറ്റൈൽ കോളിനെ ആയിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ റിസപ്റ്റർ സൈറ്റ്സിൽ പിന്നെ അറ്റാച്ച് ചെയ്യുന്നതാണ് നിക്കോട്ടിനോയിഡ്സും നിയോനിക്കോട്ടിനോയിഡ്സും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് നിയോനിക്കോട്ടിനിക് അസറ്റൈൽ കോളിൻ റിസപ്റ്റർ മോഡുലേറ്റർ, കോമ്പറ്റീറ്റീവ് മോഡുലേറ്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ നിക്കോട്ടിനിക് അസറ്റൈൽ കോളിൻ റിസപ്റ്റർ, പിന്നെ അലോസ്റ്ററിക് മോഡുലേറ്റർ സ്പൈനോസിൻ, അതൊക്കെ അതേ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ക്ലോറൈഡ് ചാനൽ മോഡുലേറ്റർ ആണ് അവർമെക്റ്റിൻസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഉള്ള കീടനാശിനികളാണ്. പിന്നെ ജുവനൈൽ ഹോർമോൺ അനലോഗ്സ് വരുന്നുണ്ട്, ഫെനോക്സി കാർബും പൈറിപ്രോക്സിഫെനൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇന്റർവ്യൂ കമ്മിറ്റിയുടെ ഇതുമാതിരി ഇരിക്കും. അപ്പൊ അതുമാതിരിയുള്ള അതൊക്കെ ചിലപ്പോ ചോദിച്ചേക്കാം. സ്പെസിഫിക് ആയിട്ട് ചിലപ്പോ അതൊന്നും നിങ്ങളുടെ ലെവലിൽ അറിയണമെന്നില്ല, എന്നാലും ചിലപ്പോ. ഇനി നമ്മൾക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഇപ്പം ചില ഫാമുകളിലെങ്കിലും അമ്പലവയലോ അതുമാതിരിയുള്ള ഇടുക്കിയിലൊക്കെയുള്ള ഫാമുകളിലെങ്കിലും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പോ അതിന്റെ ചില ബേസിക്സ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള ചില ബേസിക്സ് ചിലപ്പോ ചോദിച്ചേക്കാം ചില ആൾക്കാരെങ്കിലും. മുമ്പേ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതാരെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യോ? ശില്പ കേൾക്കുന്നുണ്ടല്ലോ? അവിടെ ഇല്ലേ, സ്ഥലത്തില്ലേ? വേറെ ആരെങ്കിലും ഒന്ന് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് എന്നുള്ളത്? ക്ലൈമറ്റ് ചേഞ്ച് കാരണം പിന്നെ അവരുടെ ഇപ്പോ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ നമ്മൾ ഓരോ സ്ട്രക്ചർ, ഓരോ റോഡ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അവരുടെ പാത്ത് വേസിലൊക്കെ ഉള്ള ഇത് തടസ്സം ഉണ്ടാവുന്നത് കൊണ്ട്
ആ, ആ, ഉം. പിന്നെ അവരുടെ വെള്ളത്തിന്റെ ഒക്കെ അഭാവം കാരണം, കാട്ടിൽ ഉം. അവര് താമസിക്കുന്ന അടുത്തുള്ള വെള്ളത്തിന്റെ അഭാവം കാരണം, അങ്ങനെയുള്ള റീസൺസ്. അങ്ങനെയുള്ള റീസൺസ് ഉണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഇക്കോളജിക്കൽ വ്യൂ പോയിന്റിലേക്കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഏത് ഓർഗാനിസത്തിന്റെയും പിന്നെ ഒരു അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിൽ ലോങ് ടേം ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുമല്ലോ, ലോങ് ടേം ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയത്തിൽ ഷിഫ്റ്റ് വരുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രിഡേറ്റേഴ്സ് കുറയുമ്പോൾ, പ്രിഡേറ്റേഴ്സും അതുമായിട്ടുള്ള കൺട്രോളിങ് ഫാക്ടേഴ്സ് കുറയുമ്പോൾ, രണ്ട് ഫുഡ് അവൈലബിലിറ്റി കൂടുമ്പോൾ, ഇത് രണ്ടുമാണ് ഇക്കോളജിക്കലായിട്ട് ആ ഒരു ഇംബാലൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് 1972 വനം വന്യജീവി ആക്ട് പ്രകാരം ഈ നമ്മൾ പിന്നെ കൊല്ലുന്നതൊക്കെ വളരെ കാര്യമായിട്ട് കുറഞ്ഞു. പിന്നെ നാട്ടിൻപുറത്തേക്ക് വരുന്ന കുരങ്ങായാലോ പന്നിയായാലോ അതുമാതിരിയുള്ളതിനൊന്നും നാട്ടിൻപുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പ്രിഡേറ്റേഴ്സ് ഇല്ല. കാട്ടിലാണെങ്കിൽ അതിന് 100 കണക്കിന് പ്രിഡേറ്റേഴ്സ് ഉണ്ട്, അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കളയും എപ്പോഴും പോപ്പുലേഷൻ. പക്ഷെ പുറത്ത് പുലിയില്ല, അതുമാതിരിയുള്ള പിന്നെ പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ എണ്ണം കൂടും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ ക്രോപ്പ് റെയ്ഡിങ് ആനിമൽസ് നെവർ ഗോ ബാക്ക് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ആനക്ക് 6 ടൺ 7 ടൺ ബോഡി വെയിറ്റ് ഉണ്ടാവും. അതിന് രാവും പകലും തിന്നോണ്ടിരുന്നാലേ അതിന് ആവശ്യത്തിന് ഫുഡ് കിട്ടുള്ളൂ. അത്രയും മസിൽ വർക്ക് ചെയ്യേണ്ടതല്ലേ, അത്രയും മാസീവ് ആയിട്ടുള്ള മസിൽസ്. അപ്പൊ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് വേണം. ഈ ഈറ്റയിലും കാട്ടിലെ പനയിലും അതുമാതിരിയുള്ളൊക്കെ അതിലൊക്കെ കിട്ടുന്ന എക്സ്ട്രാക്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് വളരെ വളരെ കുറവായിരിക്കും. ഭയങ്കര കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ് അതെല്ലാം. അതിൽ എക്സ്ട്രാക്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് വളരെ വളരെ കുറവായിരിക്കും. പക്ഷെ അതുകൊണ്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നാട്ടിൻപുറത്തൊന്ന് കയറിക്കഴിഞ്ഞാൽ, ഒരു ചോള വയലിലോ ഒരു കരിമ്പ് വയലിലോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ, കാട്ടിൽ 1 മാസം കിട്ടുന്ന ഫുഡ്, അത്രയും കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള മെറ്റീരിയല് നാട്ടില് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. അപ്പോ അവർക്ക് അത്ര ഈസി ആയിട്ട് ആ ഫുഡ് കിട്ടുമ്പോ അവരുടെ ഹാബിറ്റാറ്റ് തന്നെ മാറിയിട്ട് അവര് ഈ നാട്ടിൻപുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ചോള വയലോ കരിമ്പ് വയലോ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതാണ് ക്രോപ്പ് റെയ്ഡിങ് ആനിമൽസ് നെവർ ഗോ ബാക്ക് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഈ ഫുഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് അവർക്ക് നാച്ചുറൽ എനിമീസ് ഇല്ല. കാട്ടിലെ അവർക്ക് നാച്ചുറൽ എനിമീസ് ഉള്ളൂ. നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറൽ എനിമീസ് ഇല്ല, അവരുടെ എണ്ണം കൂടും. ഇപ്പൊ നയാട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇക്കോളജിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം. ഈ 2 പോയിന്റും അവിടെ വരണം. പ്രിഡേറ്റേഴ്സിന്റെ കുറവും അല്ലെങ്കിൽ ആബ്സെൻസും ഈ ഇതും റെയ്ഡിങ് ആനിമൽസ് നെവർ ഗോ ബാക്ക് എന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ അടുത്തത് വേറെ ഒന്ന്, അതായത് നമ്മളിപ്പോ പറയുമല്ലോ INM ഫോംസ് ദ ബേസിസ് ഫോർ IPDM എന്ന് പറയുമ്പോ, പിന്നെ ഒരു എക്സാമ്പിൾ, കാൻ യു സൈറ്റ് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഷിഫാന. ഞാനിങ്ങനെ ഇതിൽ കാണുന്ന പേര് വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി. സർ, നൈട്രജൻ കൂടുതൽ കൊടുത്ത സക്കിംഗ് പെസ്റ്റിന് അതൊരു കൂടുതലായിട്ട് വരാൻ ചാൻസ് ഇല്ലേ? അതൊരു എക്സാമ്പിൾ ഇതല്ലേ? അതൊരു എക്സാമ്പിൾ ആണ്. നൈട്രജൻ കൂടുതൽ കൊടുക്കുമ്പോൾ
പിന്നെ പ്ലാന്റ് കൂടുതൽ സക്കുലന്റ് ആവുമ്പോൾ പിന്നെ ഇത് വരും. പിന്നെ പൊട്ടാസ്യം റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. പൊട്ടാസ്യം റെസിസ്റ്റൻസ് കൊടുക്കുന്നത് വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. മൈക്രോന്യൂട്രിയൻസോ? മൈക്രോന്യൂട്രിയൻസിന്റെ എക്സാമ്പിൾ ഒരു നല്ല എക്സാമ്പിൾ പറയാവുന്നത് പിന്നെ കാൽഷ്യം ബോറോൺ ആണ്. കാൽഷ്യവും ബോറോണും നമുക്ക് അതിന്റെ റോള് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം രണ്ടും അതിന്റെ പിന്നെ ഏത് പ്ലാന്റിന്റെയും മെറിസ്റ്റമാറ്റിക് റീജിയനിലേക്ക് കണ്ടിന്യൂസ് സപ്ലൈ വേണ്ടതാണ്. കാൽഷ്യം കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ബോറോൺ ഉണ്ടെങ്കിൽ സെൽ വാൾ ഫോർമേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും. പ്ലാന്റിന്റെ സെൽ വാൾ ഫോർമേഷൻ സ്ട്രോങ് ആവുമ്പോൾ there won't be any leaching out of cell sap or nutrients from the cell. അതിന് ലീച്ചിങ് ഔട്ട് ഉണ്ടാവില്ല. അപ്പോൾ ദ പ്ലാന്റ് വിൽ ബി ഹെൽത്തി, മെറിസ്റ്റമാറ്റിക് റീജിയൻ ഒക്കെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഏർലി സ്റ്റേജിലൊന്നും ഈ പാത്തോജന്റെ അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം പിന്നെ കാൽഷ്യം ബോറോൺ കുറയുകയാണെങ്കിൽ ഈ സെൽ വാൾ ഫോർമേഷൻ പ്രോപ്പർ ആവില്ല. അപ്പോൾ എപ്പോഴും ലീച്ചിങ് ഔട്ട് ഓഫ് സെൽ സാപ്പ് വരും, അവിടെ പാത്തോജൻ വരും. സബ്സീക്വന്റ് ആയിട്ട് അവിടെ ഇപ്പൊ കോക്കനട്ടിലൊക്കെ ആണെങ്കിൽ ബഡ് റോട്ട് വളരെ വ്യാപകമായിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ട് ബഡ് റോട്ട് വരും. അതിന്റെ കൂടെ പൊട്ടാസ്യത്തിനും കൂടെ റോൾ ഉണ്ട്. അപ്പൊ എപ്പോഴും മെറിസ്റ്റമാറ്റിക് റീജിയൻ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ പിന്നീട് പിന്നെ സെല്ല് വളർന്ന് വികസിക്കുമ്പോഴേക്ക് അതിൽ സെക്കൻഡറി പ്ലാന്റ് ന്യൂട്രിയൻസ് ഒക്കെ വരുമ്പം പിന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസസിന് ഒരു വലിയൊരു പരിധിവരെ പ്ലാന്റിന് റെസിസ്റ്റൻസ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. ഏർലി സ്റ്റേജിലാണ് പലപ്പോഴും. അതുകൊണ്ടാണ് തളിര് ഭാഗത്താണ് പല പെസ്റ്റും അറ്റാക്ക് ചെയ്യുക, ബഗ്സും അതുമാതിരിയുള്ളതെല്ലാം. ഈ തളിര് ഭാഗങ്ങളിൽ എപ്പോഴും ന്യൂട്രിയൻ ലീച്ചിങ് വരാം. പിന്നെ ഈ സെക്കൻഡറി പ്ലാന്റ് മെറ്റാബോളൈറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഈ പെസ്റ്റിനും ഡിസീസിനും എതിരായിട്ട് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റാബോളൈറ്റ്സ്, അത് ഈ ഭാഗങ്ങളിൽ അതിന്റെ എക്സ്ട്രീം മെറിസ്റ്റമാറ്റിക് റീജിയനിലൊക്കെ എപ്പോഴും കുറവായിരിക്കും. അവിടെ വരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ പുതിയ സെല്ല് ഫോം ചെയ്തു, അതിന്റെ ഇലോങ്ങേഷൻ, ഓർഗനൽ ഫോർമേഷൻ, ഇലോങ്ങേഷൻ ഒക്കെ വരുമ്പോഴേക്കും അപ്പോഴായിരിക്കും അറ്റാക്ക് വരുന്നത്. സെക്കൻഡറി പ്ലാന്റ് മെറ്റാബോളൈറ്റ്സ് വരാൻ സമയം കിട്ടില്ല. അപ്പൊ ആ ഭാഗം നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. ആ ഭാഗം പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും കാൽഷ്യം, പിന്നെ ബോറോൺ, പൊട്ടാസ്യം അതൊക്കെ എപ്പോഴും സപ്ലിമെന്റേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ അത് നന്നായിട്ട് വരും. പിന്നെ നമ്മള് പിന്നെ ഈ പെസ്റ്റ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യണോ? കോക്കനട്ട്, അരക്കനട്ട്, കാഷ്യൂ ഒക്കെ ഡിസ്കസ് ചെയ്യണോ? അല്ല അതിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്താൽ മതിയോ? ആർക്കെങ്കിലും അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആദ്യം അത് നോക്കാം, അല്ലെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അല്ലേ? അപ്പോ പിന്നെ ഇപ്പോഴും നിങ്ങളുടെ ഒരു ബ്ലോക്കിൽ നിങ്ങളോട് പറയുന്നു ഒരു ഹൈബ്രിഡ് കോക്കനട്ട് പ്ലാന്റേഷൻ, ഒരു ഗാർഡൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളാണ് അതിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം പറയും? അതായത് ആദ്യം എൻ്റെ സ്പേസിങ്ങും ബാക്കിയുള്ളതെല്ലാം പറയും. അത് കഴിഞ്ഞ് പിറ്റെടുത്തിട്ട് അതിൽ പിന്നെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജസിൽ, ഏത് ക്രോപ്പിന്റെ ഏർലി സ്റ്റേജിൽ എപ്പോഴും അറ്റാക്ക് കൂടുതലായിരിക്കും, മോർട്ടാലിറ്റി കൂടുതലായിരിക്കും. എസ്റ്റാബ്ലിഷ് ചെയ്യണം ഒരു 3 വർഷമെങ്കിലും ഒരു ബാലാരിഷ്ടത എപ്പോഴും ഏത് പ്ലാന്റിനും ഉണ്ടാവും. ഒട്ടുമാവായാലും ഏതായി കഴിഞ്ഞാലും ഒരു 3 വർഷം ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അത്ര പെട്ടെന്ന് മോർട്ടാലിറ്റി വരില്ല. അപ്പൊ ആ രീതിയിൽ മാനേജ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് ഫ്രീക്വന്റ് അപ്ലിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് വേണം. സോയിൽ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയന്റ് അപ്ലിക്കേഷൻ വേണം എന്നുള്ളത്
ഓർമ്മിക്കണം ഫ്രീക്വന്റ് ആയിട്ട്. കാരണം യങ് പ്ലാന്റ്സ് പ്രത്യേകിച്ച് ഹൈബ്രിഡ്സിനൊക്കെ ആണെങ്കിൽ റിക്വയർമെന്റ് എപ്പോഴും കൂടുതലാണ്. CPCRIന്റെ പിന്നെ അവരുടെ റിവൈസ്ഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട്. അതിൽ ഈ ഹൈബ്രിഡ്സിനും ഓരോ തരത്തിലുള്ള സോയിൽസിൽ ഏർലി സ്റ്റേജിലുള്ള ന്യൂട്രിയന്റ് സപ്ലിമെന്റേഷൻ പറയുന്നുണ്ട്. അതിന് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്. കൂടുതൽ സ്പ്ലിറ്റ് ആണ് അവർ പറയുന്നത്. കനത്ത മഴക്കാലത്തൊഴിച്ച് 6 സ്പ്ലിറ്റ് വരെയൊക്കെ ആണ് അവർ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് എപ്പോഴും കൂടുതലായിരിക്കും, ഏർലി എസ്റ്റാബ്ലിഷ്മെന്റ്. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ റൈനോസറസ് ബീറ്റില് അതിൽ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം ആ ഏറ്റവും ഉള്ളിലുള്ള ലീഫ് ആക്സില് പിന്നെ മീൻ വല ഫിഷ് നെറ്റ് അടുത്ത കണ്ണികളുള്ള ക്ലോസ് ഇതിലുള്ള ഗേജുള്ള പിന്നെ ഫിഷ് നെറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്ത് ആ ഭാഗം പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ സാധ്യത വളരെ കുറയും എന്നുള്ളതാണ്. പിന്നെ റെഡ് പാം അത് തന്നെയാണ് റെഡ് പാം വ്യൂളിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതുണ്ടാക്കുന്ന ഇഞ്ചുറി ആണല്ലോ റെഡ് പാം വ്യൂളിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റെഡ് പാം വ്യൂളിന്റെ മാനേജ്മെന്റിൽ ഇത് ആദ്യം തന്നെ പറയണം എപ്പോഴും. പിന്നെ ഒന്ന് INM പറയണം. അത് ഒരുപാട് നിങ്ങൾ എലാബറേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ വെറുതെ അത് ഇതും പറയുന്നതാന്ന് ഇന്റർവ്യൂ ബോർഡിന് തോന്നും. അപ്പൊ INM ഫോംസ് എ ബേസിസ് ഫോർ IPM. അപ്പൊ ആദ്യം INM കൊടുക്കണം എന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. INM പിന്നെ കൂടുതൽ ചോദിച്ചാൽ അന്നേരം അതിന്റെ ന്യൂട്രിയന്റ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇത് മെഷേഴ്സ് പറയണം. അവിടെയും ഇതിന് റൈനോസറസ് ബീറ്റിലിന്റെ മാനേജ്മെന്റ് റെഡ് പാം വ്യൂളിനും ഉപയോഗം ഉണ്ടാവും എന്നുള്ളത് പറയണം. പിന്നെ എപ്പോഴും റെഡ് പാം വ്യൂളിന്റെ നമ്മുടെ ഫെറമോൺ ട്രാപ്പ് ഒക്കെ പറയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് വേണം. ഗാർഡനിൽ വെക്കരുത്. ഗാർഡന്റെ പുറത്ത് റബ്ബർ തോട്ടങ്ങളിലോ പാടശേഖരങ്ങളിലോ ഒക്കെ ആയിരിക്കണം അത് വെക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വീഴുന്ന പോപ്പുലേഷൻ മോണിറ്റർ ചെയ്യണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കണം. അതിൽ വീഴുന്ന പോപ്പുലേഷനെ കൊല്ലണം എന്നുള്ളത്. അതിൽ സോപ്പ് വെള്ളത്തിൽ ഇൻസെക്ടിസൈഡ് എന്തെങ്കിലും ചേർത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അതിനെപ്പോഴും കൊല്ലണം എന്നുള്ളത് പറയണം. ബാക്കിയുള്ളതൊക്കെ പ്രാക്ടിക്കലായിട്ട് അത്ര വരുന്നില്ല. നമ്മളിപ്പം ബയോ കൺട്രോളർമാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിലത്ര കാര്യമായിട്ട് ഒന്നും വരുന്നില്ല. കോക്കനട്ടില് ഒരു തെങ്ങിൻ തോട്ടത്തിൽ ഭയങ്കരമായിട്ട് നട്ട് ഫോൾ ഉണ്ട്. വേനൽക്കാലമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ റീസൺസ് നവംബർ ഡിസംബർ ആണ് ധാരാളം നട്ട് ഫോൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെ റീസൺസ് നിങ്ങൾ അസ്ക്രൈബ് ചെയ്യും? എന്തൊക്കെയായിരിക്കും നിങ്ങൾ പറയുക? നിങ്ങളോട് അങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചോ. ഒന്ന് മോയ്സ്ചർ സ്ട്രെസ്. അപ്പൊ ഇറിഗേഷൻ കൊടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നവംബറൊക്കെ പറയുമ്പോൾ മഴ ബാക്കി ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ലോ പൊട്ടാഷ് ആണ്. പൊട്ടാഷ് ലോ ആകുമ്പോൾ എപ്പോഴും അബ്സീഷൻ ലെയർ ഫോർമേഷൻ പെട്ടെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഈ നട്ട് ഫോൾ അരക്കനട്ടിലും കോക്കനട്ടിലും ഈവൺ മാംഗോയിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഫ്രൂട്ട് ഫോള് നട്ട് ഫോള് വരും. അപ്പൊ അതിന് ഉടൻ തന്നെ മാനേജ് ചെയ്യാൻ 1/2 കിലോഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ പൊട്ടാഷ്, തെങ്ങിന് 1 കിലോഗ്രാം പൊട്ടാഷ് എക്സ്ട്രാ അപ്ലൈ ചെയ്യുക. പിന്നെ കവുങ്ങിനാണെങ്കിൽ ഒരു 200 ഗ്രാം 250 ഗ്രാം പൊട്ടാഷ് എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഈ നട്ട് ഫോൾ ഉള്ളതിന് മാത്രം കൊടുത്തു കഴിയുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. 2 എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ് നട്ട് ഫോൾ വരുന്നതെങ്കിൽ ഫൈറ്റോത്തോറ വഴി വരാം. മഞ്ഞുകാലത്താണ് വരുന്നതെങ്കിൽ പിന്നെ കൊളിറ്റോട്രിക്കം, അത് കൂടാണ്ട് പിന്നെ ഡിപ്ലോഡിയ, ലാസിയോ ഡിപ്ലോഡിയ, അത് രണ്ടുകൊണ്ടും വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഒരു പിന്നെ ഓൾറെഡി നട്ട് ഫോൾ വന്നു കഴിഞ്ഞില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബഞ്ചസിൽ നമ്മൾ ടിൽട്ടോ അതുമാതിരിയുള്ള ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ്, പിന്നെ ഹെക്സാകൊണാസോള് അതുമാതിരിയുള്ള ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് കൊടുക്കണം. അതാണ് സിസ്റ്റമിക് ആക്ഷൻ അതിന് ബെസ്റ്റ് വരിക. പിന്നെ വേണമെങ്കിൽ ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് ഒരു പിന്നെ ഇത് മാംഗോ സെബോ അതുമാതിരിയുള്ള ഒരു കോണ്ടാക്ട് ഇൻസെക്ടിസൈഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈ 2 ഡിസീസിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മറ്റേ നിങ്ങൾക്ക് അറിയാലോ, ഏത് ഫൈറ്റോത്തോറക്കുള്ള മാനേജ്മെന്റിൽ ഏതൊക്കെ കെമിക്കലാണ് നമ്മൾ അരക്കനട്ട് മഹാളിക്കൊക്കെ ഏതൊക്കെ കെമിക്കലാണ് നമ്മൾ പറയുന്നത്? ബോർഡോ, കോപ്പറച്ചി ക്ലോറൈഡ്, പിന്നെ കുപ്രിക് ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, കൊസൈഡ് 2 ഗ്രാം പെർ ലിറ്റർ. കുപ്രിക് ഹൈഡ്രോക്സൈഡ് പിന്നെ നല്ല ഒരു കെമിക്കലാണ്.
നല്ല ഫോളിയാർ അപ്ലിക്കേഷന് പറ്റിയ ഒരു കെമിക്കലാണ് കുപ്രിക് ഹൈഡ്രോക്സൈഡ്. പിന്നെ മാംഗോ സെബ് ഫൈറ്റോത്തോറക്ക് പറ്റുന്നതാണ്. പിന്നെ സിസ്റ്റമിക് ആയിട്ട് വരുന്നത് മാൻഡിപ്രൊപ്പാമിഡ് വരും. അതുകൂടാണ്ട് അക്കോമിൻ വരും. അക്കോമിൻ ഒരു ന്യൂട്രിയന്റ് ആണ്, എന്നാലും അതിന് ഈ ഒരു എഫക്റ്റ് ഉണ്ട്. അതുകൂടാണ്ട് റിഡോമിൽ വരും. പിന്നെ വേറെ 2-3 അഡോബ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ 2-3 കെമിക്കലും കൂടെ ഇപ്പം സ്ട്രോബില്യൂറിൻസ് ഗ്രൂപ്പ്, അത് ഒരു ഫംഗസ് എടുക്കുന്നതാണ്, ആന്റി ഫംഗൽ. അതും കൂടെ അങ്ങനെയുള്ള കെമിക്കലൊക്കെ നമുക്ക് ഫൈറ്റോത്തോറക്ക് വരും. പിന്നെ അതുമാതിരി ബാക്കിയുള്ളതിനും പൗഡറി മിൽഡ്യൂനും ഡൗണി മിൽഡ്യൂനും ഒക്കെ ഉള്ളത്, ഫൈറ്റോത്തോറക്ക് ഉള്ളതെല്ലാം ഡൗണി മിൽഡ്യൂനും പറ്റും. അതൊക്കെ പിന്നെ നോക്കണം. പിന്നെ ഇതെല്ലാം പിന്നെ നമ്മൾ ബ്ലാക്ക് പെപ്പറിനാണെങ്കിലോ, ബ്ലാക്ക് പെപ്പറിന് വരുന്നത് എന്തൊക്കെയാണ്? ബ്ലാക്ക് പെപ്പറിന് പൊള്ളു വരുമല്ലോ, പൊള്ളു ഡിസീസും പൊള്ളു ബീറ്റിൽ. അതിന്റെ മാനേജ്മെന്റ് ഇപ്പം ബ്ലാക്ക് പെപ്പർ ഗാർഡനുള്ള ഒരു ഇതിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ അതിന്റെ മാനേജ്മെന്റ് എങ്ങനെ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അവിടെ പിന്നെ പൊള്ളു ഡിസീസിന്റെയും പൊള്ളു പെസ്റ്റിന്റെയും അറ്റാക്കിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുമോ? പൊള്ളു ബീറ്റിലാണെങ്കിൽ 3 സമയത്താണ് അറ്റാക്ക് വരിക. അതിന്റെ ആദ്യം ഫ്ലഷിങ് വരുമ്പോൾ അതിന്റെ ലീഫ് ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫ്ലവറിങ് വരുമ്പോൾ അതിന്റെ സ്പൈക്ക് ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞ് ബെറി ഫോർമേഷൻ വരുമ്പോൾ ബെറി ബോർ ചെയ്യും. 3 തരത്തിലാണ് അതിന്റെ അറ്റാക്ക് വരുന്നത്. അതേമാതിരി തന്നെ കൊളിറ്റോട്രിക്കം വന്നിട്ട് പിന്നെ പൊള്ളു പെസ്റ്റ് ഡിസീസും വരും. അവിടെയാണെങ്കിൽ ബെറി റോട്ടാവും, ബെറി സ്പ്ലിറ്റ് ആവും. ബെറി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ബെറിക്ക് ഒരു ചെറിയ ക്രാക്ക് വന്നിട്ട് അവിടെ ഡിസ്കളറേഷൻ വരും. പിന്നെ ആ സ്പൈക്കിന് തന്നെ ഇൻഫെക്ഷൻ വന്നിട്ട് മാസീവായിട്ട് സ്പൈക്ക് ഫോള് വരും. അപ്പൊ ഇതിന് രണ്ടിനും കൂടെയുള്ള മാനേജ്മെന്റ് എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റും? ഒറ്റയടിക്ക് മാനേജ് ചെയ്യണം, അതാണ് ചോദിക്കുന്നത്. എങ്കിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? പൊള്ളു ഡിസീസിനും പൊള്ളു പെസ്റ്റിനും കൂടെ ഒറ്റയടിക്ക്. ഒന്ന് പിന്നെ വരാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ആൻസർ പറയുമ്പോൾ ആ രീതിയിൽ പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ബോർഡിന് ഒരു ഇംപ്രഷൻ വരും നിങ്ങളെ കുറിച്ച്. അപ്പോ അവിടെ നിങ്ങൾ പിന്നെ പ്രിവെന്റീവായിട്ട് നമ്മൾ ബോർഡോ അല്ലെങ്കിൽ COC അല്ലെങ്കിൽ കൊസൈഡ് പറയാം, കുപ്രിക് ഹൈഡ്രോക്സൈഡ്. അതിന്റെ കൂടെ കോപ്പർ പെസ്റ്റിസൈഡിന്റെ ഫംഗിസൈഡിന്റെ കൂടെ ചേർക്കാൻ പറ്റുന്നത് ക്യുനാൽഫോസ് ആണ്. 1 ലിറ്റർ ലായനിക്ക് 2 മില്ലി ക്യുനാൽഫോസ് എന്നുള്ള നിലക്ക് പിന്നെ സിംഗിൾ അപ്ലിക്കേഷൻ, രണ്ടും കൂടെ കമ്പൈൻഡ് അപ്ലിക്കേഷൻ വഴി നമുക്ക് രണ്ടിനെയും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നല്ല ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ക്യൂറേറ്റീവ് മെഷറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹെക്സാകൊണാസോള് അല്ലെങ്കിൽ അതുമാതിരി ഏതെങ്കിലും കൊണാസോൾ ഗ്രൂപ്പിൽ ട്രയാസോൾ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഫംഗിസൈഡും അതിൻ്റെ കൂടെ പിന്നെ ഇത് കരാട്ടെ അഥവാ ലാംഡാസൈഹാലോത്രിൻ 0.6 ml, കൊണാസോൾ ഗ്രൂപ്പ് 1 ml. അത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആവുമ്പോൾ അത് ക്യൂറേറ്റീവ് ആക്ഷൻ അതിൽ വരും. അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുരുമുളക് തോട്ടത്തിന് ഈൽഡ് വർദ്ധിപ്പിക്കണം എന്നാണ് എങ്കിൽ നമ്മൾക്ക് ഇത് കൊടുക്കാം. പൊട്ടാസ്യം സൾഫേറ്റിന്റെ സ്പ്രേ കൊടുക്കാം. പൊട്ടാസ്യം സൾഫേറ്റ് മാക്സിമം 10 gram per liter വരെ പോകാം.
പൊട്ടാസ്യം സൾഫേറ്റിന്റെ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിലും ഇപ്പം പിന്നെ മാംഗോയിൽ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് കായ ഈ ഫ്രൂട്ട് ഡ്രോപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് NAS അപ്ലിക്കേഷൻ നമ്മൾ പറയും. അതുകൂടാതെ പൊട്ടാസ്യം സൾഫേറ്റ് കൊടുക്കാം. വാഴയിൽ കൊല പുറത്തു വന്നിട്ട് കൂമ്പ് പൊട്ടിച്ചതിന് ശേഷം അല്ലാണ്ടും ഒരു 3 ഗ്രാം വരെ പൊട്ടാസ്യം സൾഫേറ്റ് കൊടുക്കാം. 3 തവണ വരെ ഒരു 10-12 ദിവസത്തെ ഇന്റർവെല്ലിൽ 3 തവണ 10 ഗ്രാം പൊട്ടാസ്യം സൾഫേറ്റ് പെർ ലിറ്റർ കൊടുക്കാം. 19 ഉണ്ട്, 18 ഉണ്ട്, 17 അതുമാതിരി കുറെ ഉണ്ട്. അതിന്റെ കൂടെ മൈക്രോ ന്യൂട്രിയന്റ് മിക്സേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രൊപ്രൈറ്ററി പ്രോഡക്ട്സ് നിങ്ങൾ പഠിക്കണം. 18 പ്ലസ് മൈക്രോ ഏതൊക്കെയാണ്, 1-2 പ്രോഡക്റ്റ് കമേഴ്സ്യൽ പ്രോഡക്റ്റ് പഠിക്കണം. പക്ഷെ അതിന്റെ കൂടെ ഒന്നും പെസ്റ്റിസൈഡ് ചേർക്കാൻ പറ്റൂല. അത് വന്നാൽ ഫൈറ്റോടോക്സിറ്റി വരും. പൊട്ടാസ്യം സൾഫേറ്റിന്റെ കൂടെ നമുക്ക് 1-2 ഇൻസെക്ടിസൈഡോ ഫംഗിസൈഡോ ഒക്കെ ചേർക്കാം. അവിടെ ഫൈറ്റോടോക്സിറ്റി വരില്ല. പിന്നെ ഫൈറ്റോടോക്സിറ്റി എങ്ങനെ അറിയുക? ഫൈറ്റോടോക്സിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഏറ്റവും വെയിലുള്ള ഭാഗത്ത് ആ ക്രോപ്പിന്റെ മുകളിൽ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് അതിന്റെ ബോർഡറിൽ ഒരു വൈറ്റ് കളറേഷൻ അല്ലെങ്കിൽ യെല്ലോ കളറേഷൻ, അതിന്റെ തിരി ഇപ്പം ഒരു പാവലിന് അടിച്ചു എന്ന് വെച്ചോ, പാവലിന്റെ തിരി ഇങ്ങനെ നീണ്ടു വരണ്ടേ വള്ളി, അങ്ങനെ വരാതിരിക്കുക. ഈ ഇല ചെറിയൊരു കേളിങ്ങും ചെറിയ റിഡക്ഷൻ ഇൻ സൈസും പിന്നെ അതിന്റെ മാർജിനിലേക്കൂടെ ഒരു വൈറ്റ് കളറേഷൻ, ചിലപ്പോൾ യെല്ലോ കളറേഷൻ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ടോക്സിറ്റി ആണ് എന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ തമ്പ് റൂൾ, പെസ്റ്റിസൈഡ് മിക്സ് ചെയ്യുന്നതിന്റെ തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫോർമുലേഷനുകൾ തമ്മിൽ മിക്സ് ചെയ്യാം. ഈസി മിക്സ് ചെയ്യാം. അതുമാതിരിയുള്ള WDP മിക്സ് ചെയ്യാം. അല്ലാത്തത് ചിലപ്പം പിന്നെ മിക്സ് ചെയ്യാൻ പറ്റില്ല. അത് സൂക്ഷിക്കണം. ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടേ നമ്മൾ അത് അടിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കണം. പിന്നെ നിങ്ങൾ സംശയങ്ങൾ ചോദിക്ക്, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പറയുമ്പം ബോറടിക്കുന്നല്ലോ. ആരും ഒന്നും പറയുന്നില്ല അല്ലേ? ആരൊന്നും പറയുന്നില്ല. പിന്നെ സർ, ഈ വെജിറ്റബിൾസിൽ അടിക്കുന്ന ഇതിന്റെ ഇൻസെക്ടിസൈഡ്സിന്റെ ഇതിന്റെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് അതൊന്ന് ജസ്റ്റ് പറയാമോ സർ? വെയിറ്റിംഗ് പീരീഡ് അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? അതെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതെ, ഇപ്പൊ നമ്മള് വെജിറ്റബിൾസിലൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോ ഒരു മിനിറ്റ്. വെയിറ്റിംഗ് പീരീഡിന്റെ അത് നമ്മള് ജനറലായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, എങ്ങനെയൊക്കെയാണ് പെസ്റ്റിസൈഡ്. ഇപ്പോഴത്തെ ഒരു പെസ്റ്റിസൈഡ് പോലും ബയോമാഗ്നിഫിക്കേഷൻ ഇല്ല. അതെല്ലാം പണ്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രസന്റ് ഡേ കെമിക്കൽസ് ഒന്നും തന്നെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ല, ബയോമാഗ്നിഫിക്കേഷൻ ഇല്ല. കാരണം അത് ലിപ്പിഡ് സൊല്യൂബിൾ അല്ല, പിന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ട് നമ്മൾക്കൊരു 4 to 5 days മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതെല്ലാം ഡീഗ്രേഡ് ആയി. പെസ്റ്റിസൈഡ്സ് എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്? ഒന്ന് സൺലൈറ്റിലെ UV ഫ്രാക്ഷൻ ഹൈ എനർജിയാണ്. അത് ഇതിലുള്ള കെമിക്കൽ ബോണ്ടിനെയൊക്കെ തകർക്കും. പിന്നെ രണ്ടാമത്തെ ഇത് വരുന്നത് പ്ലാന്റ്. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു, പ്ലാന്റിന്റെ പ്ലാനോസ്ഫിയറിലുള്ള മൈക്രോഫ്ലോറ പെസ്റ്റിസൈഡിനെ ഡീഗ്രേഡ് ചെയ്യും, അതിന്റെ എൻസൈംസ് ഡീഗ്രേഡ് ചെയ്യും. പിന്നെ ലീഫിന്റെ മുകളിലൊക്കെ ചെടീന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എൻസൈംസ് ഒക്കെ ഉണ്ടാവും, അത് ഡീഗ്രേഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ഡീഗ്രഡേഷൻ നടക്കും. അപ്പൊ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ പെസ്റ്റിസൈഡ്സ് എല്ലാം തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതാണ്. അതിനെക്കുറിച്ച്
ഇതുകൊണ്ട് ചെടിയുടെ അകത്ത് സിസ്റ്റമിക് ആയിട്ടുള്ള കെമിക്കൽ ആണെങ്കിൽ അത് പ്ലാന്റ് എൻസൈംസ് അതിനെ ഡീഗ്രേഡ് ചെയ്യും. പിന്നെ പ്ലാന്റ് വളരും തോറും അത് ഡൈല്യൂട്ട് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റമിക് ആയിട്ടുള്ളത് വരുന്നത്. ആ ഒരു മാക്സിമം 45 days ഇപ്പോഴത്തെ കെമിക്കൽസ് ഒക്കെ അത്ര മാത്രമേ വരുന്നുള്ളൂ. അതിൽ മാംഗോ സെബിനാണ് 11 days വെയിറ്റിംഗ് പീരീഡ് വരുന്നതെന്ന് തോന്നുന്നു. ബാക്കിയുള്ളതിനൊക്കെ ഒരു 45 days ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെയോ ഇതിന്റെ സാർ സക്കിംഗ് പെസ്റ്റിനും അല്ലാത്ത ബോറേഴ്സിനും ഉള്ള ഇൻസെക്ടിസൈഡ് പറഞ്ഞുതരാമോ? സക്കിംഗ് പെസ്റ്റിന് നമ്മൾ പൊതുവെ പറയുന്ന നിയോനിക്കോട്ടിനോയിഡ് കോമ്പൗണ്ട്സ് അല്ലേ? നിയോനിക്കോട്ടിനോയിഡ് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ സക്കിംഗ് പെസ്റ്റിന് പറയുന്നത്. അതിൽ പിന്നെ വരുന്ന ഒരുപാട് 5-6 കെമിക്കൽസ് ഉണ്ട്. പുതിയ കെമിക്കൽസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. നിയോനിക്കോട്ടിനോയിഡ്സ് ആക്ടാരയും ഒക്കെ ഉണ്ടല്ലോ, അസറ്റാമിപ്രിഡും തയാക്ലോപ്രിഡും ഒക്കെ ഉണ്ട്, കുറെ എണ്ണം ഉണ്ട്. അതൊക്കെ സാധാരണ 3 to 4 gram/liter ഒക്കെയാണ്. പിന്നെ സ്പൈനറ്റോറം സെക്കൻഡ് പെസ്റ്റിന് ഇഫക്റ്റീവ് ആണ്. 0.7 ml ആണെന്നാണ് എൻ്റെ ഓർമ്മ പെർ ലിറ്റർ ആണ്. പിന്നെ അതുമാതിരിയുള്ളതൊക്കെ പറ്റും. പിന്നെ സക്കിംഗ് പെസ്റ്റിന് നമ്മുടെ പിന്നെ സാധാരണ കോണ്ടാക്ട് ആക്ഷൻ ഉള്ള കെമിക്കൽസും സക്കിംഗ് പെസ്റ്റിന് പറ്റും. കോണ്ടാക്ട് ആക്ഷൻ ഉള്ള, സിസ്റ്റമിക് ആക്ഷൻ ഉള്ളത് അത്ര ഇഫക്റ്റീവ് ആവില്ല. കോണ്ടാക്ട് ആക്ഷൻ ഉള്ളത് പറ്റും. പക്ഷെ ഇതൊക്കെ സിസ്റ്റമിക്, നിയോനിക്കോട്ടിനോയിഡ്സ് ഒക്കെ സിസ്റ്റമിക് ആണ്, അത് ഇഫക്റ്റീവ് ആണ് താനും. നിയോനിക്കോട്ടിനോയിഡിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് അത് ഈ ഹണി ബീന്റെ കോളനി കൊളാപ്സ് ഡിസോർഡർ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് 1-2 കെമിക്കൽസേ അത് തെളിഞ്ഞിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ട് അങ്ങനെ തെളിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും അങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ബോറർ പെസ്റ്റിന് നമ്മുടെ പിന്നെ ക്ലോറാൻട്രാനിലിപ്രോളും ഫ്ലൂബൻഡയാമൈഡും ആണ്. അതുമാതിരിയുള്ള 2-3 കെമിക്കൽസും കൂടെ അതിൽ വന്നിട്ടുണ്ട്. അതാണ് ബോറർ പെസ്റ്റിന് ഇഫക്റ്റീവായിട്ട് വരുന്നത്, ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റിന് ഇഫക്റ്റീവായിട്ട്. കാരണം അതിന് ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റിന് പിന്നെ ധാരാളം ബോഡി മസിൽസ് ഉണ്ട്. ഈ മസിൽസിന്റെ മുകളിലേക്കാണ് ഇതിൻ്റെയൊക്കെ ആക്ഷൻ വരുന്നത്. നമ്മളെ പിന്നെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ഉള്ള കാൽഷ്യം വാക്യൂൾസ് ഡ്രെയിൻ ഔട്ടായി പോകും. കാൽഷ്യം വേണം മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് കാൽഷ്യം വാക്യൂൾസ് ഡ്രെയിൻ ഔട്ടായി പോകുമ്പോൾ മസിൽസ് എല്ലാം ചുരുങ്ങിപ്പോയിട്ട് ഇൻസെക്റ്റിന്റെ സൈസൊക്കെ ചുരുങ്ങി വന്നിട്ട് ഇൻസെക്റ്റ് ചത്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ആ ഗ്രൂപ്പാണ് പിന്നെ ക്ലോറാൻട്രാനിലിപ്രോളും ഫ്ലൂബൻഡയാമൈഡൊക്കെയാണ് അതിന് എഫക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ സൈപ്പർമെത്രിനും അതുമാതിരിയുള്ള പിന്നെ സിന്തറ്റിക് പൈറത്രോയിഡ്സ് ഇതെല്ലാറ്റിനും പറ്റുന്നത് തന്നെയാണ്. അത് ഹ്യൂമൻ ബീങ്സിന്റെ ടോക്സിറ്റി വളരെ കുറവാണ്. മെമ്മേലിയൻ സേഫ്റ്റി റേഷ്യോ വളരെ ഹൈ ആണ്. നമ്മൾ ഹൈലി സെലക്റ്റീവ് ആണ് മെമ്മേലിയൻസിന്, അതുകൊണ്ട് മാമൽസിന്, അതുകൊണ്ട് അത് പിന്നെ യൂസ് ചെയ്യും. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് വളരെ ചെറിയ കോൺസെൻട്രേഷനേ വേണ്ടൂ ഈ നിയോനിക്കോട്ടിനോയിഡ്സ് ഇത് സിന്തറ്റിക് പൈറത്രോയിഡ്സ്. സിന്തറ്റിക് പൈറത്രോയിഡ്സിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡെവലപ്മെന്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു പെസ്റ്റിസൈഡും കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. എന്നാലും ഇത് സൂക്ഷിക്കണം. അപ്പോൾ പെസ്റ്റിസൈഡ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ബാക്കിയുള്ള മെത്തേഡ്സിന്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ IPM പോകുമ്പം വിച്ച് മെത്തേഡ് ഫോം ദ ബേസിസ് ഫോർ IPM എന്ന് ചോദിക്കാം. ഇപ്പം പല ബയോ കൺട്രോൾ ആണോ IPMന്റെ ബേസിക്സ് ആയിട്ട് വരേണ്ടത്? ഇപ്പൊ നിങ്ങളോട് പറയുന്നു നിങ്ങൾ റൈസ് ക്രോപ്പ് എടുക്കണം, പക്ഷെ ഒരൊറ്റ പെസ്റ്റിസൈഡും യൂസ് ചെയ്യരുത്. അങ്ങനെയാണ് നമ്മൾക്ക് ഇപ്രാവശ്യം ജൈവ കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒറ്റ ലേശം ഇതൊന്നും പാടില്ല, പിന്നെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കരുത്, ക്രോപ്പ് ലോസും വരാൻ വേണ്ടി പാടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തുടക്കം പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകും?
വിച്ച് ഷുഡ് ഫോം ദ ബേസിസ് ഫോർ IPM. INM പറഞ്ഞു. INM കഴിഞ്ഞിട്ട് IPM-ലെ ഡിഫറെന്റ് ടൂൾസിലേത്തെ ഏറ്റവും ബേസിക് ആയിട്ട് വരേണ്ട ടൂൾ ഏതാണ്? എനിബഡി? ആരും പറയുന്നില്ല. ബേസിക്സ് വരുന്നത് ഹോസ്റ്റ് പ്ലാൻ റെസിസ്റ്റൻസ്, അതാണ് ബേസിക് ആയിട്ട് വരിക. കാരണം ഇപ്പോൾ ഒരു വലിയ പാടശേഖരത്തിൽ നിങ്ങൾ അവിടെ സാധാരണ ഏറ്റവും എൻഡമിക് ആയിട്ടുള്ള പെസ്റ്റ് ഏതാണ്, സ്ഥിരമായിട്ട് വരുന്ന പെസ്റ്റ് ഏതാണ്, റെഗുലർ പെസ്റ്റ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനെതിരായിട്ട് നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരു ക്രോപ്പ് നിങ്ങൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ളത് വലിയൊരു കാര്യം ഷുവറായിട്ട് പറ്റും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ പെസ്റ്റിസൈഡ് എന്താ പറയേണ്ടത്, പെസ്റ്റ് പോപ്പുലേഷൻ കുറഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ഇതെല്ലാം കുറഞ്ഞോളും, നാച്ചുറൽ എനിമി പോപ്പുലേഷൻ കൂടും. അപ്പോൾ കുറേയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും റൈസ് IPM-ലൊക്കെ. അപ്പൊ അവിടെ ഇതാണ് വരേണ്ടത്. ഹോസ്റ്റ് പ്ലാൻ റെസിസ്റ്റൻസ് ആണ് അതിന്റെ ബേസിക്സ് ആയിട്ട് വരേണ്ടത്. പിന്നെ ജൈവ കൃഷിയുടെ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? വാട്ട് ഷുഡ് ബി ദ സ്റ്റേറ്റ് പോളിസി ഓൺ ഓർഗാനിക് ഫാമിംഗ്? ഒരു പോളിസി വൈസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നതെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? കേരളം മുഴുവൻ ജൈവ കൃഷിയാണോ നടപ്പിലാക്കേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജൈവ കൃഷി കുറച്ച് നടപ്പിലാക്കണം? സെന്ററിന്റെ ഭയങ്കര പ്രഷർ ഉണ്ട്. അപ്പൊ എങ്ങനെ നടപ്പിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? എന്തായിരിക്കണം? നിങ്ങളുടെ ഒബ്സർവേഷനൊക്കെയാണ് അതിൽ വിലയിരുത്തപ്പെടുക. നിങ്ങൾ എത്രമാത്രം ഈ മേഖലയിൽ താല്പര്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കൃഷിയിലത്തെ പോളിസികളെ, നയ പരിപാടികളെ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യം അതിന്റെ ഉത്തരത്തിൽ നിന്ന് വരണം. അപ്പോൾ അവിടെ വരേണ്ടത് ചില മേഖലകൾ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് തിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഹൈ റേഞ്ചസിൽ ഭയങ്കര അഗ്രോ എക്കോ ടൂറിസം ഒക്കെയുള്ള മേഖലകളിൽ അല്ലാണ്ട് തന്നെ കൃഷിക്കാർക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ജൈവ കൃഷി മേഖലയായിട്ട് തിരിക്കാം. കൃഷിക്കാരന് വരുമാനം ബാധിക്കാൻ പാടില്ല, കുറയാൻ പാടില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. രണ്ട് എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റെഡ്സിൽ അല്ലെങ്കിൽ ജൈവ കൃഷിയാണ് വലിയൊരു പരിധി വരെ. അപ്പൊ ഹോം സ്റ്റെഡ്സ് അതിന് വേണ്ടിയിട്ട് പ്രയോഗിക്കാം. പിന്നെ ഭയങ്കര ഹൈ വാല്യൂ ക്രോപ്സിന് വേണമെങ്കിൽ ജൈവ കൃഷിയാവാം. ഭയങ്കര കാടമം മാതിരിയുള്ള ഇതിലൊക്കെ ചിലപ്പം പറ്റുമെങ്കിൽ. പിന്നെ ഹൈ ഇൻകം സെക്ടറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ, ഇപ്പം വെജിറ്റബിൾ പ്രൊഡക്ഷൻ ഹൈ ഇൻകം ഗ്രൂപ്പിനാണ്. അവർക്കാണെങ്കിൽ വലിയ പൈസ കൊടുത്ത് പച്ചക്കറി വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്തിട്ട് അത് ഈ ധനികരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ആ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ മെക്കാനിസം, മാർക്കറ്റിംഗ് മെക്കാനിസം ഉണ്ടെങ്കിൽ ഹൈ എമൗണ്ട് ഫെച്ച് ചെയ്യാൻ പറ്റും, പ്രൈസ് ഫെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത് റെമ്യൂണറേറ്റീവ് ആയിട്ട് വരും. അങ്ങനെയുള്ള ചില സെക്ടറുകളിലേക്കായിരിക്കണം ജൈവ കൃഷി വരേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സയന്റിഫിക് ഫാമിംഗ്, കെമിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. വി നെവർ അഡ്വക്കേറ്റ് ജസ്റ്റ് കെമിക്കൽ ഫാമിംഗ് അലോൺ. വി ഓൾവേസ് റെക്കമെൻഡ് ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ദ്വന്ദ്വം ഉണ്ടല്ല, ഡ്യുവൽ ഇതില്ല. നമ്മളെപ്പോഴും ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ആണ് എല്ലാറ്റിലും പറയുന്നത്. കെമിക്കൽ ഫാമിംഗ് ഇല്ല നമുക്ക്. നമ്മൾ ഓർഗാനിക് ഫാമിങ്ങും കൺവെൻഷണൽ ഫാമിംഗ് അല്ലെങ്കിൽ സയന്റിഫിക് ഫാമിംഗ്, അതാണ് നമ്മുടെ ഔട്ട്ലുക്ക് എന്നുള്ളത് പറയണം. പിന്നെ കൃഷിയുടെ ഈ ബാക്കിയുള്ള ഹോമ ഫാമിംഗ്, ബയോഡൈനാമിക് ഫാമിംഗ്, ഒറ്റ വൈക്കോൽ വിപ്ലവം, വൺ സ്റ്റാർ റെവല്യൂഷൻ, അങ്ങനെയുള്ള നാച്ചുക്കോ ഫാമിംഗ്, അങ്ങനെയുള്ള പലതും ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പെർമാ കൾച്ചർ, ബിൽ മോളിസന്റെ പെർമാ കൾച്ചർ, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ ബേസിക് ആയിട്ട് എന്താണ് അതിന്റെ ഫ്ലോ, അതിന്റെ കുഴപ്പം എന്താണ്, വൈ ഇറ്റ് ഈസ് നോട്ട് സയന്റിഫിക് എന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. നാച്ചുറൽ ഫാമിംഗ് അമ്മാരുള്ളതൊക്കെ. ഇപ്പൊ ഇയാളുടെ നമ്മുടെ എന്താണ് സുഭാഷ് പലേക്കർ, ആ പലേക്കറിന്റെ പിന്നെ ഫാമിംഗ് എന്താണ്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം അവർ സയന്റിഫിക് ഫാമിംഗ്, അത് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നൊക്കെയുള്ള നല്ല രസമായിട്ട് നിങ്ങൾ എത്രമാത്രം ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ
താല്പര്യത്തോടെ വായിച്ചറിയുന്നുണ്ട് എന്നുള്ളതൊക്കെ അളക്കാനുള്ള ഒരു ഇതായിട്ട് ഇതൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം. വാട്ട് ഈസ് ഹോം ഓഫ് ഫാമിംഗ്? ചിലപ്പം ചില ആൾക്കാരൊക്കെ ചോദിച്ചേക്കാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെയോ വേറെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ളത്? ഒന്നും പറയുന്നില്ല ആരും. നമ്മള് ഫാമില് ഇപ്പം പെസ്റ്റിസൈഡ്സ് ഒരേപോലത്തെ തന്നെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെസ്റ്റിന് അതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? മീൻസ് വേറെ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാം, അങ്ങനെ അല്ലാണ്ട് നമുക്ക് അതിനെ എങ്ങനെയും വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ? റെസിസ്റ്റൻസ് മാനേജ്മെന്റ് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഏതൊക്കെ പെസ്റ്റിസൈഡ് ആണ് അടിച്ചത്, ഇന്ന പെസ്റ്റിനെ ഏതൊക്കെ അടിച്ചു, കഴിഞ്ഞ വർഷം ഏത് അടിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്ത് വെക്കുമല്ലോ. റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ക്ലാസ്സിൽ വരുന്ന കോമ്പൗണ്ട് അടിക്കാൻ വേണ്ടി പാടില്ല. ഇതിൽ നമ്മൾ ഗൈഡായിട്ട് വരേണ്ടത് ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് പിന്നെ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, IRAC എന്ന് പറയും, ഇൻസെക്ടിസൈഡ്സ് റെസിസ്റ്റൻസ് ആക്ഷൻ കമ്മിറ്റി. IRACന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മോഡ് ഓഫ് ആക്ഷൻ കിട്ടും. അപ്പോൾ ഒരേ മോഡ് ഓഫ് ആക്ഷൻ ഉള്ളത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. വ്യത്യസ്തമായിട്ടുള്ള മോഡ് ഓഫ് ആക്ഷൻ ഉള്ളതായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം കാർബാമേറ്റും ഓപ്പിയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വേണമെങ്കിൽ കൊടുക്കണം. നിയോനിക്കോട്ടിനോയിഡോ അല്ലെങ്കിൽ പിന്നെ ക്ലോറാൻട്രാനിലിപ്പുള്ളത് മാതിരിയുള്ള ഫിപ്രോനിൽ അതുമാതിരിയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ഫ്രീക്വൻസി ഓഫ് അപ്ലിക്കേഷൻ എപ്പോഴും കുറക്കണം. ഓരോന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പെണ്ണയൊക്കെ അടിക്കുന്നതിനേക്കാളും അസാഡിറാക്റ്റിൻ ബേസ്ഡ് മോളിക്യൂൾസ് ഫോർമുലേഷൻസ് ഉണ്ടല്ലോ, വിജയ് നീം, ഗോദ്രജ് അച്ചൂക്ക്, ഗോദ്രജ് ഗോൾഡ്, പല പേരിൽ വരുന്നുണ്ട്, നിംബിസിഡിൻ, അങ്ങനെയുള്ള 10,000 ppm 3,000 ppm നീമിന്റെ അസാഡിറാക്റ്റിൻ ബേസ്ഡ് ഇത് വരുന്നുണ്ട് പെസ്റ്റിസൈഡ്സ്. അത് നമുക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. റെസിസ്റ്റൻസ് വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നീം കൊടുത്താൽ മതി. അവിടെ 5 ml/L എങ്കിലും, ഇഫ് ഇറ്റ് ഈസ് 3,000 ppm വരുന്നുണ്ടെങ്കിൽ ഒരു 5 ml/L എങ്കിലും കൊടുത്താലേ പറ്റൂ. ബാക്കിയുള്ള അറിയാലോ, പുതിയ കോമ്പൗണ്ട്സ് ഒക്കെ കുറച്ചേ പോകണ്ടു, പക്ഷെ നീം എപ്പോഴും കുറച്ച് കൂടുതൽ വേണം. നീമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ടോക്സിറ്റി വളരെ കുറവാണ്. പിന്നെ ഇൻസെക്റ്റിന്റെ മുകളിൽ മോർട്ടാലിറ്റിയും വരും, മോർബിഡിറ്റിയും വരും. കാരണം എന്താണ്, അസാഡിറാക്റ്റിന്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാഡിറാക്റ്റിൻ മോൾട്ടിങ് ഹോർമോൺ ആയിട്ടുള്ള എഗ്ഡൈസോണിനെ മിമിക് ചെയ്യുന്നതാണ്. അതിന് ഇതൊക്കെയുണ്ട്, പിന്നെ ഫീഡിങ് ഇൻഹിബിഷനും അതുമാതിരിയുള്ളതൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് ബോഡിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മോൾട്ടിങ് ഹോർമോൺ ആയിട്ടുള്ള എഗ്ഡൈസോണിനെ മിമിക് ചെയ്യും. അപ്പോൾ ഇതിന്റെ പിന്നെ മോൾട്ടിങ്ങിനെയൊക്കെ ബാധിക്കും. ലാർവ ടു ലാർവൽ മോൾട്ടിങ്, ലാർവ ടു പ്യൂപ്പൽ മോൾട്ടിങ്, പ്യൂപ്പ ടു അഡൾട്ട് മോൾട്ടിങ് ഒക്കെ ബാധിക്കുകയും ഇൻസെക്റ്റിന്റെ ഫീഡിങ് ഇൻഹിബിഷൻ വരുന്നതുകൊണ്ട് ഉടനെ തന്നെ ഫീഡിങ് നിൽക്കുകയും ഒക്കെ ചെയ്യും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. അപ്പൊ അത് നമ്മൾക്ക് എപ്പോഴും പറയാം, നീം ബേസ്ഡ് ആയിട്ടുള്ള അസാഡിറാക്റ്റിൻ ബേസ്ഡ് പെസ്റ്റിസൈഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നും കൂടെ നമ്മൾക്ക് എപ്പോഴും അവിടെ പറയാം. അതുമാതിരിയുള്ള കെമിക്കൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കെമിക്കൽസിന്റെ ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ് അല്ലാണ്ട് നമുക്കൊരു ബയോ പെസ്റ്റിസൈഡ്സ് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നമുക്കതൊരു കൺട്രോളിൽ വരുത്താൻ പറ്റുമോ ഇൻസെക്ട്സിനെ? കൺട്രോള് വരുത്താൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ലിമിറ്റേഷനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ബിവേറിയ ബാസിയാന ഹൈ ഹ്യൂമിഡിറ്റി കണ്ടീഷനിൽ കുറച്ച് കൺസീൽഡ് എൻവയോൺമെന്റിൽ ബിവേറിയ വർക്ക് ചെയ്യും. പക്ഷെ ഒരു ഓപ്പൺ കണ്ടീഷനിൽ ലോ ഹ്യൂമിഡിറ്റി ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ബിവേറിയ വർക്ക് ചെയ്യില്ല. കാരണം ഇറ്റ്സ് എ ലിവിങ് ഓർഗാനിസം.
ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ പെർഫോമൻസിനെ എപ്പോഴും എൻവയോൺമെന്റ് ബാധിക്കും. പക്ഷെ ഒരു കെമിക്കലിന്റെ പെർഫോമൻസിനെ വളരെ കുറച്ച് മാത്രമേ എൻവയോൺമെന്റ് എഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് കൺസിസ്റ്റന്റ് പെർഫോമൻസ് കെമിക്കലിന് ഉണ്ടാവും. പക്ഷെ ഒരു ബയോകൺട്രോൾ ഏജന്റിന് ആ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും ബയോകൺട്രോൾ പ്രിഫർ ചെയ്യും. കാരണം കെമിക്കൽ അടിക്കുമ്പോൾ പെസ്റ്റ് മാത്രമല്ല നാച്ചുറൽ എനിമീസും ചത്തുപോകും. കാരണം പെസ്റ്റിന്റെ അതേ ബോഡി വെയിറ്റ് ആണ് അധിക നാച്ചുറൽ എനിമീസിനും ഉള്ളത്. അതുകൊണ്ട് നാച്ചുറൽ എനിമീസും കൂടെ ചത്തുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതിൽ പോളിനേറ്റേഴ്സും കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ ഷുഡ് ബി ദ ലാസ്റ്റ് റിസോർട്ട് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. അപ്പോൾ ബയോകൺട്രോൾ ഏജൻസ് പറയാം ഇതുമാതിരിയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ. ബി ടി ഒരു വക നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ ബി ടി നമ്മുടെ നാട്ടിലധികം അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. ബി ടി ഇപ്പം ലാർവൽ ഇതിനൊക്കെ നല്ല കൺട്രോൾ വരും അതുമാതിരിയുള്ള. പക്ഷെ കൺസീൽഡ് ബോറേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ബിവേറിയ, മെറ്ററൈസിയം ഒക്കെ കൺസീൽഡ് സോയിൽ എൻവയോൺമെന്റ്, ലീഫ് ആക്സിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റൈസോം ആപ്ലിക്കേഷൻ അതുമാതിരിയുള്ളതിലൊക്കെ കുറച്ച് പെർഫോം ചെയ്യും. പക്ഷെ ഇപ്പോൾ ഫോളിയാർ ആപ്ലിക്കേഷൻ ആകുമ്പം നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സമയമാണെങ്കിൽ പറ്റും. അല്ലാതെ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ കുറവായിരിക്കും. ഓക്കെ. പിന്നെ സർ, കേരളത്തിൽ നമുക്കിപ്പോൾ പെസ്റ്റിസൈഡ് യൂസേജ് വളരെ കൂടുതലുള്ള ക്രോപ്സ് ഏതൊക്കെയാണ് നിലവിലെ കണ്ടീഷനിൽ? പെസ്റ്റിസൈഡ് വളരെ കൂടുതലുള്ളത് കാടമം തന്നെയാണ്. കാടമത്തിൽ ഒരു 20 തവണയെങ്കിലും അടിക്കുന്നുണ്ടാവും. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു എക്സ്പോർട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ പല കൺസൈൻമെന്റ് തിരിച്ചു വന്ന് അവരൊക്കെ വളരെ കാര്യമായിട്ട് റെസിഡ്യൂ ചെക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കാടമത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാടമം കാപ്സ്യൂൾ ഇറ്റ്സ് സ്കിൻ അത് ഭയങ്കര മാട്രിക്സ് ഉള്ളതാണ്. ഒരുപാട് ദ്വാരങ്ങളുള്ള ഒരു സ്കിന്നാണത്. അതിലേക്ക് പെസ്റ്റിസൈഡ് കയറി അങ്ങ് കൊടുങ്ങും. എളുപ്പമൊന്നും ഡീഗ്രേഡ് ചെയ്യില്ല. ഉണങ്ങിക്കഴിഞ്ഞാലും ഒക്കെ അത് അതിൻ്റെ അകത്ത് നിൽക്കും. അതാണ് കാടമത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇപ്പോഴ് കൃഷിക്കാര് കുറച്ചുകൂടെ ബോധേഡാണ്. അവർ കുറെയൊക്കെ ബയോകൺട്രോൾ യൂസ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇന്നിപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാടമമാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ റൈസും വെജിറ്റബിൾസും ഒക്കെ ആ നിലക്കാണ് വരുന്നത്. പക്ഷെ ഇന്ത്യയിലെ പെസ്റ്റിസൈഡ് യൂസ് നോക്കിക്കഴിഞ്ഞാൽ പെർ ഹെക്ടർ പെർ ഇയർ 310 മില്ലിഗ്രാം പെർ ഹെക്ടറേ ഉള്ളൂ ഇന്ത്യയിൽ. യൂറോപ്പിലാണെങ്കിൽ 2.1 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് യൂറോപ്പിൽ. അമേരിക്കയിൽ അതിനേക്കാളും കൂടുതലാണ്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ എത്രയോ ഇരട്ടിയുണ്ട്. ഇന്ത്യയിൽ വളരെ കുറച്ച് പെസ്റ്റിസൈഡേ ഉപയോഗിക്കുന്നുള്ളൂ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. 300 ഗ്രാം പെർ ഹെക്ടർ പെർ ഇയർ മാത്രമേ വരുന്നുള്ളൂ. യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ 7 ടൈംസ് കുറവാണ് ഇന്ത്യയിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെറുകിട കൃഷിക്കാരാണ്. they have a personal supervision and as a last resort only they go for pesticide application because pesticides are very costly. ഇതിനിടെ NSSOന്റെ ഒരു സ്റ്റഡി പ്രകാരം ടോട്ടൽ ഇതിന്റെ കൾട്ടിവേഷൻ കോസ്റ്റിന്റെ 9% ആണ് പെസ്റ്റിസൈഡ്സ് വരുന്നത്. അറൌണ്ട് 50% ലേബർ വരും. ബാക്കി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഇതൊക്കെ കൂടിയിട്ട് 20%ഓളം വരും. 9% മാത്രമേ പെസ്റ്റിസൈഡ്സ് വരുന്നുള്ളൂ. അപ്പോൾ അത് കോസ്റ്റ്ലി ആണ്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ യൂസ് കുറവാണ്. ആൾക്കാർ അത് അടിക്കുന്ന കുറവ്. പക്ഷെ പെസ്റ്റിസൈഡ് ലിറ്ററസി ഈസ് ലോ ഇൻ അവർ കൺട്രി. എപ്പോൾ അടിക്കണം, സഫിഷ്യൻറ്റ് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ടോ, കഴിയുന്നത്ര വാട്ടർ ബോഡീസിൽ വീഴാതിരിക്കണം അടിക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും നോക്കുന്നില്ല. പിന്നെ സഫിഷ്യൻ്റ് ഇതുണ്ടല്ലോ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, അതൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. ഇത് വളരെ കൂളായിട്ടാണ് അതിനെ കാണുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. മാസ്ക് ഒക്കെ അടുത്ത കാലത്താണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. കോവിഡ് വന്നേ പിന്നെയാണ്. അങ്ങനെയുള്ള ഇതിലൊക്കെ വളരെ ട്രോപ്പിക്കൽ കൺട്രിയാണ്. വളരെ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യും കമ്പാരിറ്റീവ്ലി.
യൂറോപ്യൻ കൺട്രീസിനെക്കാളും. പക്ഷെ എന്നാൽ പോലും നമ്മൾ പിന്നെ അതിന്റെ സയന്റിഫിക് യൂസിൽ എപ്പോഴും ഇത് കുറച്ച് പിറകിലോട്ട് തന്നെയാണ്. പിന്നെയോ പിന്നെ സ്നെയിൽസിന്റെ അറ്റാക്ക് കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സ്നെയിൽസിന്റെ അറ്റാക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ സാധാരണ പറയുന്നത് ഒന്ന് മെറ്റാൽഡിഹൈഡ് പെല്ലറ്റ്സ് ആണ്. മെറ്റാൽഡിഹൈഡ് കെമിക്കലായിട്ട് വാങ്ങിച്ചിട്ട് 2% പെല്ലറ്റായിട്ട് പിന്നെ ചാണകപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ട് ചാണകപ്പൊടിയിലേക്ക് അത് ചേർത്തിട്ട് അത് ഗ്രാന്യൂൾസ് ആയിട്ട് വലിയ വലിയ ഉരുളകളായിട്ട് പറമ്പിൽ വിതറാം. വിതറി കഴിയുമ്പോൾ ഈ മെറ്റാൽഡിഹൈഡ് അട്രാക്റ്റന്റും ആണ് ടോക്സിനും ആണ്. അങ്ങനെ വരുമ്പോൾ അത് ഇതെല്ലാം ചത്തുപോകും. അതാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ മെഷർ. മെറ്റാൽഡിഹൈഡ് ഇപ്പൊ കിട്ടാനുണ്ട്, മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അതിന്റെ ട്രേഡ് നെയിം ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, മെറ്റാൽഡിഹൈഡിന്റെ ട്രേഡ് നെയിം. പിന്നെ വരുന്നത് പിന്നെ സ്നെയിൽ കൺട്രോളില് ഈ ക്യാബേജ്, കോളിഫ്ലവർ അതുമാതിരിയുള്ള കോൾ ക്രോപ്സ് ഇതിനൊരു അട്രാക്റ്റന്റ് ആണ്. അത് ക്യാബേജിന്റെ ഇല വളരെ നേർത്തതായിട്ട് മുറിച്ച് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ ഈ ക്രോപ്പിന്റെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ, അവിടെ ഒരു നനഞ്ഞ ചാക്കും അതിൻ്റെ അടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ക്യാബേജിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. എന്നിട്ട് പിന്നെ അതിരാവിലെ അതിനെ പിക്ക് ചെയ്ത് ഗ്ലൗസ് ഇട്ടിട്ട് വേണം. അതിൽ ഈ പ്രോട്ടോസോവൻ പിന്നെ അസോസിയേഷൻ ഉണ്ട് അതിന്, അതുകൊണ്ട് സൂക്ഷിക്കണം. പലപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് അതിനെ ബക്കറ്റിലിട്ട് ഉപ്പും കൂടിയിട്ട് എവിടെയെങ്കിലും മറവെയ്യണം. അതാണ്. പിന്നെ നമ്മൾ ഈ കോപ്പർ വയറുകളൊക്കെ പറയുന്നുണ്ട്, അതിന് ചെറിയ ഇതൊക്കെ വരും എന്ന് പറഞ്ഞിട്ട്, ഷോക്കടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് അത്ര ശരിക്ക് അറിയില്ല. ശ്രദ്ധിക്കേണ്ടത് മിന്നാമിനിങ് ആണ് ഈ ഒച്ചിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നാച്ചുറൽ എനിമി. മിന്നാമിനിങ്ങിന്റെ ഫീമെയിൽസ് ആണ് ഇക്കോസിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട നാച്ചുറൽ എനിമി. അതുകൊണ്ട് മെറ്റാൽഡിഹൈഡ് ഈ നമ്മുടെ ആ ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിന്റെ കൺട്രോളിൽ കോപ്പർ സൾഫേറ്റ് പ്ലസ് ടൊബാക്കോ എക്സ്ട്രാക്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. കോപ്പർ സൾഫേറ്റ് ലായനീസ് മേ ബി 10% ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ടൊബാക്കോ 1 ലിറ്ററിലേക്ക് പിന്നെ ഒരു 250 ഗ്രാം ടൊബാക്കോ അരിഞ്ഞ് തിളപ്പിച്ചെടുത്തതും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. പക്ഷെ വീഡ്സിന്റെ മുകളിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബെയർ ക്രോപ്പ് ഫീൽഡിൽ പ്ലാന്റ്സിന് കോപ്പർ ടോക്സിക് ആണ്. പ്രോട്ടോപ്ലാസ്മിക് പോയ്സൺ ആണല്ലോ കോപ്പർ, അതുകൊണ്ട് അത് പാടില്ല. പക്ഷെ വീട്ടിന് ചുറ്റും അടിക്കാം, മറ്റ് സ്ഥലങ്ങളിലൊക്കെ അടിക്കാം. അതാണ് നമ്മൾ ഈ സ്നെയിൽസ് ലാൻഡ് സ്ലഗ്സ് മാനേജ്മെന്റിന് സാധാരണ പറയുന്നത്. കുറച്ച് പ്രാക്ടിക്കൽ ഗൈഡൻസ് ആയെന്ന് തോന്നുന്നു. ഇനി കുറെ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ പറയണത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. വേറെ എന്താണ്? നമുക്ക് 40 ആയില്ലേ. അപ്പൊ മോഡ് ഓഫ് ആക്ഷൻ ഒക്കെ ചിലപ്പം ചോദിച്ചേക്കാം. മാംഗോ ഫ്രൂട്ട് ഫ്ലൈനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറയും നിങ്ങള്? നിങ്ങൾക്കൊരു മാവും തോട്ടമുണ്ട്, പിന്നെ വിൽക്കാനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ മാംഗോ ഫ്രൂട്ട് ഫ്ലൈനെ മാനേജ് ചെയ്യാൻ, മാംഗോ ഫ്രൂട്ട് ഫ്ലൈ 2 സമയത്താണ് അറ്റാക്ക് വരിക. ഒന്ന് ഏർലി സ്റ്റേജിൽ, മാർബിൾ സ്റ്റേജിൽ വന്ന് കുത്തിയിട്ട് കണ്ണി വാങ്ങാൻ പൊഴിയാം. അത് NIA അടിച്ചു കഴിഞ്ഞാൽ പൊഴിച്ചിൽ നിൽക്കും. ഈ ഫ്രൂട്ട് ഫ്ലൈക്കുള്ള മാനേജ്മെന്റ് ഒരു ഇൻസെക്ടിസൈഡ് അടിക്കണം. ഇൻസെക്ടിസൈഡ് ഫ്രൂട്ട് ഫ്ലൈക്ക് അടിക്കുമ്പോൾ എപ്പോഴും ജാഗറി സൊല്യൂഷനിൽ ചേർത്തിട്ട് വേണം അടിക്കാൻ. 20 ഗ്രാം ജാഗറി
ഇൻ 1 ലിറ്റർ വാട്ടർ സൊല്യൂഷൻ ആക്കിയിട്ട് അതിലേക്ക് 2 to 3 ml മാലത്തയോൺ കൊടുത്തിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. മാലത്തയോൺ ആണ് ബെസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതിന് കുറച്ചൊരു ഒഫൻസീവ് സ്മെൽ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ചും കാലം നിൽക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് മാവിന്റെ തടിയിൽ കായൊക്കെ നേരിട്ട് സ്പ്രേ ചെയ്ത ഇലേന്റെ അടിഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യുക. അതവിടെ ഉണങ്ങി നിൽക്കും. എന്നിട്ട് ഈ ജാഗറിന്റെ സ്മെല്ലിന്, സ്വീറ്റ് സ്മെല്ലിന് ഫ്രൂട്ട് ഫ്ലൈസ് അട്രാക്റ്റഡ് ആയിട്ട് വരും. അവര് ഈ ഉണങ്ങി പറ്റിയ ജാഗറി സൊല്യൂഷൻ കുടിക്കും. എന്നിട്ട് അവര് ചത്ത് വീഴും. ഒരു അട്രാക്റ്റന്റ് ആൻഡ് കില്ലിംഗ് ഏജന്റ് ആയിട്ട് അവിടെ അത് ആക്റ്റീവ്. ബെയ്റ്റ് സ്പ്രേ മെക്കാനിസം ആണ് നമ്മൾ അതിൽ പറയുന്നത്. മാങ്ങക്ക് എന്നിട്ട് പിന്നെ മൂക്കുന്നതിന് തൊട്ട് മുമ്പേ അടിക്കാൻ തുടങ്ങണം. ഇതുമാതിരി തന്നെ ഏപ്രിൽ മാസം ആയിരിക്കും. മാവിന്റെ തടിയിൽ ചുറ്റുപാടുള്ള വല്ല കുറ്റിക്കാട്ടിലെ ഇലകളുടെ അടിയിൽ, പിന്നെ റൂഫിന്റെ അടിയിലൊക്കെ തളിച്ചു വെക്കാം. മാങ്ങക്ക് നേരിട്ട് തളിക്കണം എന്നില്ല. എന്നിട്ട് 10 ദിവസം കൂടുമ്പോൾ 2 or 3 തവണ തളിച്ചു കഴിയുമ്പോൾ നല്ല തോതിൽ, ഇപ്പം പാവലിനും ഇതേ മാനേജ്മെന്റ് പറ്റും, കുക്കുർ ബിറ്റ്സിനും ഇതേ മാനേജ്മെന്റ് പറ്റും. ജാഗറി എപ്പോഴും ചേർക്കാൻ ഓർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല കൺട്രോള് ഉണ്ടാവും. ജാഗറി ബെയ്റ്റ് സ്പ്രേ ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് മതിയാക്കാൻ തോന്നും അല്ലേ? 8:45. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫീൽഡ് ബോർഡ്സിന്റെ മാനേജ്മെന്റ് ഫീൽഡില് കാട്ടുപന്നിയുടെ ഒക്കെ ആക്രമണം വരുമ്പോൾ എന്തൊക്കെ പറയാം? കാട്ടുപന്നിയുടെ മാനേജ്മെന്റില് പിന്നെ ഒന്ന് ഒരു ബൗണ്ടറി ആക്കാൻ പറ്റുമെങ്കിൽ കല്ലിനെ കൊണ്ട് ബൗണ്ടറി കിട്ടുന്നത് ബെസ്റ്റ്. പക്ഷെ എല്ലായ്പ്പോഴും പറ്റൂല. അപ്പൊ കമ്പി കൊടുത്തിട്ട് 2-3 കമ്പി, ഒരടി ഇതിൽ കമ്പി കൊടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വല ഇടുമ്പോ ഇപ്പം 1/2 മീറ്റർ ഹൈറ്റിൽ ഒരു കമ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വേലി കെട്ടുക. എന്നിട്ട് ആ വേലിന്റെ മുകളിലോട്ടേക്ക് വല കയറ്റിയിടുക. എന്നിട്ട് പുറത്തേക്ക് പുറത്ത് മണ്ണിലേക്കും ആ വേലി വല ലേശം വ്യാപിപ്പിക്കണം. പന്നിയുടെ കുളമ്പ് ഈ വലക്ക് കുടുങ്ങണം. അങ്ങനെയാകുമ്പോ അവര് എന്തോ മനുഷ്യൻ സൂത്രമൊപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കിയിട്ട് പോകും. പിന്നെ ഇപ്പോഴ് നല്ല സോളാർ വേലികളുണ്ട്. അത് കൂടാണ്ട് പിന്നെ ആമസോണിലൊക്കെ ഹൈ വോൾട്ടേജ്, വളരെ മില്ലി സെക്കൻഡ് മാത്രം അടിച്ചു പോകുന്ന ഹൈ വോൾട്ടേജ് ഉള്ള മെക്കാനിസംസ് ഇപ്പൊ അവൈലബിൾ ആണ്. 7,000 rupees ഒക്കെയാണ് അതിന്റെ വേലിന്റെ കോസ്റ്റ് വേറെ. ഈ ഹൈ വോൾട്ടേജ് പിന്നെ റിപ്പലന്റ് മെക്കാനിസത്തിന് 7,000 രൂപക്കൊക്കെ ആമസോണിലൊക്കെ കിട്ടും. അത് മില്ലി സെക്കൻഡിൽ മനുഷ്യൻ അടിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ ഒരു ഷോക്ക് വരുവേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. മില്ലി സെക്കൻഡിൽ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ പന്നിയൊക്കെ ചത്തുപോകില്ല, അത് ഒഴിവാക്കിയിട്ട് പോവുകയുള്ളൂ. അങ്ങനെയുള്ള പിന്നെ ഇലക്ട്രോക്യൂഷൻ മെക്കാനിസം, ഇലക്ട്രിക് വേലികള് പിന്നെ പറയാം. പിന്നെ നമ്മുടെ ഇതില്ലേ ഫിനൈൽ ഭയങ്കര ഇപ്പൊ പിന്നെ കുറച്ച് തെങ്ങും തൈകളാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചോ. അങ്ങനെയാണ് തെങ്ങും തൈന്റെ ചുവട്ടില് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു വല അങ്ങ് കുഴിച്ചിട്ട് ആ തെങ്ങും തൈക്ക് വട്ടത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് വെക്കണം. അപ്പൊ ഒരു വല ഉണ്ടെങ്കിൽ അറ്റാക്ക് കുറയും. പിന്നെ അതിന്റെ ആഴ്ചക്കും ഏതെങ്കിലും ഫിനൈലോ അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ഫിനൈലോ അല്ലെങ്കിൽ മാലത്തയോൺ ഭയങ്കര ഒഫൻസീവ് സ്മെല്ലാണ്. അസാഡ്രാക്റ്റിന് ഭയങ്കര ഒഫൻസീവ് സ്മെല്ലാണ്. മാലത്തയോൺ പ്ലസ് അസാഡ്രാക്റ്റിൻ പിന്നെ കുപ്പിയിലാക്കിയിട്ട് ഇതിന്റെ ചുവട്ടിൽ വെക്കുക. എല്ലാ ആഴ്ചയും ഒന്ന് കുടഞ്ഞിട്ട് അതിന്റെ ചുറ്റുപാടും ഒന്ന് ഇതാക്കുക. ഫ്രഷ് കൗഡങ് ഇതിനെ റിപ്പൽ ചെയ്യുന്നതാണ്. ഫ്രഷ് കൗഡങ്ങ് പിന്നെ ഓൾഡ് കൗഡങ്ങ് വരുമ്പോൾ മണ്ണര വരുമ്പോൾ അത് കുത്താൻ വരും. പക്ഷെ ഫ്രഷ് കൗഡങ്ങ് കുറച്ച് റിപ്പലന്റ് ആക്ഷൻ ഉണ്ട്. മനുഷ്യന്റെ യൂറിൻ അതൊക്കെ റിപ്പലന്റ് ആക്ഷൻ ഉണ്ട്. മുള്ളംപന്നിക്കൊക്കെ റിപ്പലന്റ് ആക്ഷൻ ഉണ്ട്. അപ്പോ പിന്നെ നമ്മൾക്ക് ബയോ അക്കോസ്റ്റിക്സ് ആണ്. പലതരം സൗണ്ടും ലൈറ്റും ഒക്കെ വരുന്ന പിന്നെ സാധനങ്ങൾ ഇപ്പൊ കിട്ടാനുണ്ട്. പലതരം ലൈറ്റുകൾ, ഫ്ലാഷ് ലൈറ്റുകൾ, അതിൻ്റെ കൂടെ
പിന്നെ ആൾക്കാരുടെ ഒച്ച, പടക്കം പൊട്ടിക്കുന്ന ഒച്ച, മനുഷ്യൻ സംസാരിക്കുന്ന ഒച്ച, പിന്നെ ഇത് പ്രിഡേറ്റേഴ്സ് ആയിട്ട് സിംഹവും പുലിയൊക്കെ മുരളുന്ന ഒച്ച, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പം ലഭ്യമാണ്. ഒരു 15,000 രൂപക്കൊക്കെ കിട്ടും. അതൊക്കെ മാറി മാറിയിട്ട് ഉപയോഗിക്കണം. കാരണം പന്നി എന്ന് പറഞ്ഞാൽ മാമലാണ്. അപ്പൊ എളുപ്പം ഹാബിച്വേറ്റ് ചെയ്യും. ഇവൻ നല്ല ബ്രെയിൻ ആണല്ലോ, അപ്പൊ എളുപ്പം പഠിച്ചെടുക്കും. ഇത് പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ പ്രശ്നമുണ്ട്. കാരണം അവന് 100 കിലോഗ്രാം ഉള്ള ഒരു പന്നിക്ക് കുറച്ച് മണ്ണര കിട്ടിയതിനെ കൊണ്ടൊന്നും മതിയാവില്ല. അവന്റെ വിശപ്പിന്റെ വിളി വന്നു കഴിഞ്ഞാൽ അവൻ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് വന്നേക്കാം. അപ്പൊ താൽക്കാലിക മെക്കാനിസംസ് ആണ്. പക്ഷെ മാറി മാറിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാള് അത് ഇഫക്റ്റീവായിട്ട് നിൽക്കും. ഫ്ലിക്കറിങ് ലൈറ്റുകൾ അതുമാതിരിയുള്ള കുറച്ചു കാലം അതൊക്കെ പോവും. വെറും ലൈറ്റ്, ഫ്ലിക്കറിങ് ലൈറ്റ്, സൗണ്ട് മെക്കാനിസംസ് ഒക്കെ. അപ്പൊ കുറച്ച് കാര്യങ്ങളായെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്? അങ്ങനെയാണ് നമുക്ക് പിന്നെ മതിയാക്കാൻ തോന്നി ഇപ്പോഴല്ലേ? ആരെങ്കിലും പറയും. പ്രധാനപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഇത്? ഉപകാരമായിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, വെരി ഗുഡ് സെഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ എ വെരി ഗുഡ് ഇന്റർവ്യൂ. All the best to each and every one of you. Thank you. Thank you, sir. Thank you, sir.